നമ്മളുള്ള ഗസ്റ്റ് ഒരു പ്രത്യേകതയുണ്ട്. എ അപ്പോൾ എയിൽ തന്നെ മുമ്പേ തന്നെ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത ആഡമാണ് നമ്മുടെ ഗസ്റ്റ്. എഞ്ചിനീയറിൽ നിന്ന് ഫുൾ ടൈം ഫാമിലേക്ക് എൻ്റർ ചെയ്തു, അതും മഷ്റൂം. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഒരു മിസ്റ്റീരിയസ് സാധനമുണ്ട്. മേ ബി വരുമ്പോൾ എല്ലാവരും പണി പോവായിരിക്കും, മേ ബി എല്ലാവരും കൃഷിയിലേക്ക് എൻ്റർ ചെയ്യായിരിക്കും. അതുകൊണ്ട് ചിലപ്പം ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ആയിരിക്കാം മേ ബി ആഡം ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ചോദിച്ചറിയാം. ലെറ്റ്സ് സീ വാട്ട് ഹീസ് വർക്കിംഗ് ഓൺ. വെൽക്കം മാഡം ടു KPH പോഡ്കാസ്റ്റ്. താങ്ക് യു ഫെലിക്സ്, താങ്ക് യു ഫോർ ദ ഇൻവിറ്റേഷൻ. എന്താ ചോദിച്ചതിനോട് ഇനിഷ്യലി അല്ലേ? കോൺഷ്യസ്നെസ് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. ഇതെന്താണ് ഇതൊക്കെ എന്നുള്ളൊരു സംഭവം എപ്പോഴും വരാറുണ്ട്. ഇതൊരു മെട്രിക്സ് ആണോ? മെട്രിക്സ് എസ്കേപ്പ് ചെയ്ത് തോന്നിയിട്ടില്ല. മെട്രിക്സ് എസ്കേപ്പ് ചെയ്ത് തോന്നുന്നുണ്ട്. യെസ്, ഐ ഹാവ് എസ്കേപ്പ് മെട്രിക്സ്. Now it's 2026. When people want to find something, a product, a service, or even a local business, they don't search Google anymore. They ask AI engines like ChatGPT, Gemini, or Perplexity. Instead of keywords, they ask questions. Suggest a reliable brand for baby products. Which is the best restaurant in Kochi right now? What's a good budget phone under 20,000 rupees? AI doesn't show links. It gives direct answers and recommendations. That changes everything. Earlier, businesses optimized for search rankings. Now, they need to be visible inside AI answers. And that's where FSEO comes in. FSEO helps any business, brands, agencies, SaaS, or local stores get discovered on ChatGPT and other LMs. Because in the AI era, if you're not part of the answer, you don't exist. Check out FSEO.ai. Now, back to the video. Hi all, welcome to KPH പോഡ്കാസ്റ്റ്. നമ്മളുള്ള ഗസ്റ്റ് ഒരു പ്രത്യേകതയുണ്ട്. എ ഇപ്പോൾ നമ്മളെല്ലാവരും ട്രെൻഡിങ് ആയിട്ടുള്ള ആണ്. അപ്പോൾ എയിൽ തന്നെ മുമ്പേ തന്നെ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത ആഡമാണ് നമ്മുടെ ഗസ്റ്റ്. എഞ്ചിനീയറിൽ നിന്ന് ഫുൾ ടൈം ഫാമിലേക്ക് എൻ്റർ ചെയ്തു, അതും മഷ്റൂം. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഒരു മിസ്റ്റീരിയസ് സാധനമുണ്ട്. മേ ബി വരുമ്പോൾ എല്ലാവരും പണി പോവായിരിക്കും, മേ ബി എല്ലാവരും കൃഷിയിലേക്ക് എൻ്റർ ചെയ്യായിരിക്കും. അതുകൊണ്ട് ചിലപ്പം ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ആയിരിക്കാം മേ ബി ആഡം ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ചോദിച്ചറിയാം. ലെറ്റ്സ് സീ വാട്ട് ഹീസ് വർക്കിംഗ് ഓൺ. കാരണം മേ ബി ഈ ഫാമിങ്ങിലേക്കും കൂടുതൽ ഫ്യൂച്ചർ ട്രെൻഡ്സ് ഉണ്ടാവണം. സോ ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം ഹിം ഡയറക്ട്ലി. വെൽക്കം മാഡം ടു KPH പോഡ്കാസ്റ്റ്. താങ്ക് യു ഫെലിക്സ്, താങ്ക് യു ഫോർ ദ ഇൻവിറ്റേഷൻ. എന്താ ചോദിച്ചതിനോട് ഇനിഷ്യലി തന്നെ എഞ്ചിനീയറിൽ നിന്ന് എന്തുകൊണ്ട് ഫുൾ ടൈം ഫാമിങ്ങിലേക്ക് എൻ്റർ ചെയ്തു? എനിക്ക് എപ്പോഴും എൻ്റേതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിൽ ഒരു കൺസെപ്റ്റ് ഉണ്ടായി. അങ്ങനെയാണ് നമ്മൾ SV.co മീറ്റ് ചെയ്തത്. സ്റ്റാർട്ടപ്പ് വില്ലേജ് ബാക്ക് ഇൻ 2017. ഞാൻ 2-3 പ്രൊഡക്ട്സ് ഇനീഷ്യലി ബിൽഡ് ചെയ്തായിരുന്നു. അപ്പോൾ ആദ്യം ബിൽഡ് ചെയ്തത് അന്ന് മൈൻഡ് ഹാക്ക് എന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മെൻറ്റോ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ ഞങ്ങൾ നോക്കിയിരുന്നു. ആൻഡ് ഡൗൺ ദ ലൈൻ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യണതിൻ്റെ ടൈമിൽ ഞാൻ റീസെഡ് എടുത്ത് എൻ്റെ വൈഫിനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഈ മഷ്റൂം ഗ്രോ കിറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ മഷ്റൂം വിരിഞ്ഞു വരും. ജസ്റ്റ് മേ ബി 7 days വിരിഞ്ഞു വരും. അപ്പോൾ മഷ്റൂമിനെ പറ്റി ഒന്നും അറിയാത്ത ആളുകൾക്ക് എളുപ്പത്തിൽ മഷ്റൂം ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അവള് സാധാരണ പല ഐഡിയാസും കേൾക്കുമ്പോൾ ഇത് അത്ര പോരാ ഉള്ള ഞങ്ങൾ കുറേ ഡിസ്കസ് ചെയ്യാറുണ്ട് ഐഡിയാസ്. അപ്പോൾ അപ്പോൾ അവള് അത് കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ അവൾക്കും ഇൻട്രസ്റ്റ് ആയി, എനിക്കും ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ഞങ്ങളൊരു 6 months എടുത്തിട്ട് ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് അതിൻ്റെ ബോക്സ് ഡിസൈൻ ചെയ്ത് തുടങ്ങി. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഉള്ളൊരു ട്രാജക്ടറി ശരിക്കും എത്തിയത്. ഇപ്പോഴത്തെ ഒരു ട്രാജക്ടറി പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഇപ്പോൾ ഓഡിയൻസ് റിലേറ്റീവ് നമ്പേഴ്സ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഇൻ ദ ടേംസ് ഓഫ് റവന്യൂ അല്ലെങ്കിൽ ഹൗ ബിഗ് ഓഫ് എ തിങ്? 1 year പ്ലസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അത് ആക്ച്വലി എല്ലാ ഡൊമൈനിലും ചെയ്യുന്നുണ്ട്. അതായത് ഞങ്ങൾ അഗ്രികൾച്ചർ ഡൊമൈനിൽ ചെയ്യുന്നുണ്ട്, പിന്നെ ഹെൽത്ത് ഡൊമൈനിലേക്കും ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അത് സപ്ലിമെന്റ്സ് ആണ് മുമ്പിലിരിക്കുന്നത്. മഷ്റൂം റിലേറ്റഡ് സപ്ലിമെന്റ്സ്, അതായത് ഫങ്ഷണൽ മഷ്റൂംസ് എന്ന് പറയും. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പല മഷ്റൂംസിനും പല ബെനിഫിറ്റ്സ് ഉണ്ട്.
അത് നമ്മുടെ നാട്ടിൽ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. യെസ്, പുറം രാജ്യങ്ങൾ അത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതെ. ഈ പോഡ്കാസ്റ്റിന്റെ എൻ്റെ ഒരു ഉദ്ദേശം ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനുള്ളതാണ്. സോ ഞാനൊരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഇതിനെ കേട്ടിരിക്കാൻ പോകുന്നത്. ഞാൻ മേക്ക് ഷുവർ യു ടേക്ക് ഡൗൺ നോട്ട്സ് ആസ് വെൽ. പല ലിങ്ക്സും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നതാണ്. സോ വെൽക്കം അഗെയിൻ ടു KPH പോഡ്കാസ്റ്റ്. താങ്ക് യു. യെസ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു അറിയേണ്ട ഒരു ജേർണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൈൽഡ്ഹുഡ് ജേർണിയാണ്. ഐ മീൻ, ഈ ആഡം എപ്പോഴും ഓൺടർപ്രണർ ആയിരുന്നില്ലല്ലോ. ഹൗ ഡിഡ് ദാറ്റ് ഓൺടർപ്രണറിയൽ തിങ് സ്റ്റാർട്ട് ഇൻ യു? ബി ഗോ ബാക്ക് ടു ചൈൽഡ്ഹുഡ് എ ബിറ്റ്. ചൈൽഡ്ഹുഡിൽ ഞാൻ സൗദിയിലാണ് ജീവിച്ചത്. ഫാദർ അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു പെപ്സി ക്യാനിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ട്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഏരിയ ആയിരുന്നു. അപ്പോൾ ഞാൻ താഴെ എൻ്റെ വീടിൻ്റെ താഴെ കഫേ ഉണ്ടായി. അപ്പോൾ കഫേയിൽ പോയി അവിടെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അവരുടെ കമ്പ്യൂട്ടർ സെറ്റപ്പ് ചെയ്യാനും റാംസ് ചേഞ്ച് ചെയ്യാനും പിന്നെ മൊത്തത്തിൽ ഇപ്പോൾ എന്തെങ്കിലും OS ഇൻസ്റ്റലേഷൻ അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇനിഷ്യലി ചെയ്തിരുന്ന 1-2 ഐഡിയാസ് വോയിപ്പ് കാർഡുകൾ ഉണ്ടായിരുന്നു അവിടെ, വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ആ കാർഡ്സ് നമ്മൾ വാങ്ങിച്ചിട്ട് റീസെൽ ചെയ്യുക, നാട്ടിലേക്ക് ആളുകൾക്ക് വിളിക്കാനായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആയിരുന്നു അത്. പിന്നെ ഞങ്ങൾ ഇന്റർനെറ്റ് എടുത്തിട്ട് ഇന്റർനെറ്റ് പലവർക്കും കൊടുക്കുമായിരുന്നു. ഏത് ഇയർ? മേ ബി ലോങ് 2010 ഒക്കെ ആയിരിക്കും അല്ലേ? 2008, 7 ആ ടൈമിൽ 5 മുതലാണ് 5th, 6th, 7th ആ ടൈമിലാണ് കമ്പ്യൂട്ടറിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയത്. അപ്പം അങ്ങനെ 1-2 കാര്യങ്ങൾ അന്ന് ചെയ്തിരുന്നു. അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതും കുറച്ച് ഓൺടർപ്രണറിയലാണല്ലോ അല്ലേ നമ്മൾ ചെയ്തത്. ഇന്റർനെറ്റ് എടുത്ത് ഇന്റർനെറ്റ് കൊടുക്കുക എന്നുള്ളൊരു സംഭവം. അതെ, ഞങ്ങൾ തന്നെ ലൈൻ വലിച്ചിട്ട് മറ്റേ RJ45 ജാക്കാണല്ലോ, അപ്പോൾ വയറ് വാങ്ങിച്ച് അത് ക്ലിപ്പ് ചെയ്ത് മറ്റു വീടുകളിലേക്ക് കൊടുക്കുമായിരുന്നു. അത് ഇൻട്രസ്റ്റിംഗ് ഒരു സംഭവമായിരുന്നു അന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ. അങ്ങനെ 1-2 കാര്യങ്ങൾ ചെയ്തിരുന്നു അന്ന്. പിന്നീട് കോളേജൊക്കെ എവിടെയായിരുന്നു പഠിച്ചത്? കോളേജ് ഫിസാറ്റിലായിരുന്നു. ശരിക്കും ജേണി പറയുകയാണെങ്കിൽ അന്ന് ആ സമയത്ത് 2011 ഫാദറിന് വയ്യാതായി. അപ്പം അങ്ങനെ നാട്ടിലേക്ക് വരേണ്ട വന്നു. അപ്പോഴാണ് ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയത്, ഹെൽത്തിൻ്റെ ആസ്പെക്റ്റിൽ കൂടുതൽ ചിന്തിച്ചു തുടങ്ങിയത് അപ്പോഴാണ്. അത് ശരിക്കും നല്ലൊരു വീഴ്ചയായിരുന്നു. കാര്യം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് നമുക്ക് നമ്മുടെ എൻവയറമെൻറ്റ് ഫുൾ ഷിഫ്റ്റ് ആവുന്നു, നാട്ടിലേക്ക് പെട്ടെന്ന് വരുന്നു. ആൾക്ക് മേജർ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ 11th ഞാൻ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്തത്. നമുക്ക് അറിയാത്തൊരു ഏരിയ ശരിക്കും പറഞ്ഞാൽ, പെട്ടെന്ന് കൺട്രി ചേഞ്ച് ചെയ്യുമ്പോൾ. ഞാൻ 10 വർഷം അവിടെ പഠിച്ചത്. അങ്ങനെ ഇവിടെ വന്ന് പിന്നെ ഫ്രം സ്ക്രാച്ചാണ് നമ്മൾ ജീവിച്ചു തുടങ്ങുന്നത്. ശരിക്കും ബാറ്റിന് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഫാദർ വയ്യാതായി കഴിഞ്ഞാൽ റെസ്പോൺസിബിൾ. അപ്പോൾ അത് 11th മുതൽ എനിക്ക് ഏകദേശം നമുക്ക് ആ റെസ്പോൺസിബിലിറ്റി കിട്ടി തുടങ്ങിയതാണ്. ആ ടൈമിലാണ് പിന്നെ സിസ്റ്ററിൻ്റെ മാരേജും പിന്നെ ഞങ്ങൾ വീട് പണിയുന്നു. അങ്ങനെ 1-2 കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി നേരത്തെ നമ്മുടെ ലൈഫിൽ വന്ന് തുടങ്ങിയിരുന്നു. ആ ടൈമിൽ അങ്ങനെയാണെങ്കിലും ഞാനെപ്പോഴും സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. കാര്യം കോളേജ് ടൈമിൽ എനിക്ക് ഇത് കിട്ടിയിരുന്നു, പ്ലേസ്മെൻറ്റ് കിട്ടിയിരുന്നു. ബട്ട് സ്റ്റിൽ അന്നും ഒരു വർഷം ഞങ്ങൾ സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാനാണ് ശ്രമിച്ചത്. മൈൻഡ് ഹാക്സ് അതിനെ പറ്റി കുറച്ച് ഡബിൾ ടാപ്പ് ചെയ്ത കൊള്ളാണ്. കാരണം നമ്മൾ ഒരു സിമിലർ റോഡ് അവിടെ നമ്മളും പാത്ത് ക്രോസ് ചെയ്തിട്ടുണ്ട് അവിടെ മൾട്ടിപ്പിൾ ടൈംസ്. അപ്പോൾ SP.coനെ പറ്റി ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം ആ സമയത്ത് കോളേജുള്ള പിള്ളേരെ പിടിച്ചിട്ട് സ്റ്റാർട്ടപ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നല്ലോ. ഐ മീൻ അത് സപ്പോർട്ട് ബൈ കേരള ഗവൺമെൻറ് ആസ് വെൽ. അവർ 6 month മറ്റേ മാക്ബുക്കും ഐഫോണും പലതും തരുമായിരുന്നു ഫോർ ദം ടു വർക്ക് ഓൺ ദീസ് ഐഡിയ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് പറയാൻ. SP.co അതായത് നമ്മൾ കോളേജിലായിരിക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഹാക്കത്തോൺസും കോഡിങ് കോമ്പറ്റീഷനും എല്ലാം അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു. അതൊരു ഫൺ ടൈമായിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ. ഒന്ന് ഉറങ്ങാതെ കോഡ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ അന്ന്. ഒന്നും ഇത്രയും ഇല്ല, നമ്മൾ തന്നെ കോഡ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പോലെ ഇർഷാദാണ് എനിക്ക് അതിന് ലിങ്ക് അയച്ചിരുന്നത് SP.coൻ്റെ. അപ്പോൾ അങ്ങനെ പോയി രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയിരുന്നു പ്രാവശ്യം എല്ലാവരും കൂടെ. അങ്ങനെ ഒരു ടീമിനെ ഞങ്ങൾ സെറ്റപ്പ് ചെയ്തു. കോളേജിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, പ്രോഗ്രാമിന് ഇൻട്രസ്റ്റ് ആയ ഒരാളുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ സംസാരിക്കാൻ ഇൻട്രസ്റ്റ്. ആക്ച്വലി എല്ലാവർക്കും കോഡിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ക്ലബ്ഡി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് അതിൽ ലോഞ്ച് ചെയ്തത്, ക്ലബ്സ് മാനേജ് ചെയ്യാൻ. പക്ഷെ ആ ടൈമിൽ ഞങ്ങൾക്കത് ഫുള്ളി ഞങ്ങൾ കുറേ ക്ലബ്സിലൊക്കെ കയറി ഇറങ്ങി, അതും ഫുള്ളി വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളത് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു.
ഇനിഷ്യലി ചെയ്യുന്ന എല്ലാ മിസ്റ്റേക്സും ഞങ്ങൾ ചെയ്തിരുന്നു. Yeah. ഏത് ടൂളാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്, ഏറ്റവും ബെസ്റ്റ് ടൂൾ ഏതാണ്, അതിൻ്റെ പുറകെ പോകാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ കുറേ മണ്ടത്തരങ്ങളൊക്കെ അന്ന് ചെയ്തിരുന്നു. Yeah. അന്ന് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾക്കൊരു പ്രൊജക്റ്റ് കിട്ടി. ഒരു എന്തായിരുന്നു ആ പ്രൊഡക്റ്റിൻ്റെ പേര്, ബേസിക്കലി എന്താന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഒരാൾ വരുമ്പോൾ അയാളുടെ ജേർണി മാപ്പ് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ടാക്കാം. ഒരു ഹോട്ട് ജാറോ ക്ലാരിറ്റിക്ക് പോലത്തെ ഒരു യൂസർ ബിഹേവിയർ ടൂൾ. 2018 ആ ടൈമിൽ ഒരു ക്ലയന്റിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു. ഓ. അങ്ങനെ ഞങ്ങൾ സസ്റ്റെയിൻ ചെയ്ത് അതിനോട് ഈ പ്രൊഡക്റ്റും കൂടി ബിൽഡ് ചെയ്യാൻ നോക്കി. ലൈക്ക് ലിറ്ററൽ സ്റ്റാർട്ടപ്പ് പോലെ ഞങ്ങൾ അരിയും പയറൊക്കെ മേടിച്ച് കുക്കറിൽ ഉണ്ടാക്കി. നല്ല രസമായിരുന്നു. ഇപ്പം ആലോചിക്കുമ്പോൾ നല്ല രസമാണ്. അന്ന് ശരിക്കും കുറച്ച് സ്ട്രഗ്ലിംഗ് ആണ്. ഏത്തപ്പഴം മേടിച്ചിരുന്നു. ഞങ്ങൾക്ക് കൂടുതൽ ആരും അല്ല, ഇത് കോളേജിൽ നിന്ന് ഡയറക്ട്ലി ഇറങ്ങിയിട്ട് സ്റ്റാർട്ടപ്പിന് ഇത്തിരി പണിയാണ്. കാരണം അവിടെ നമുക്ക് ഫണ്ട് റവന്യൂ സോഴ്സ് ഇല്ല. യു ഹാവ് ടു മേക്ക് ദ റവന്യൂ ബൈ ദ സർവീസ് പ്രൊഡക്റ്റ് വെച്ച് റവന്യൂ വേണം ടു സപ്ലൈ ദ ടീം ആസ് വെൽ എവരിതിങ് അല്ലേ. യെസ്. അപ്പോൾ ഞങ്ങൾ കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് റെന്റിന് എടുത്തു. എന്നിട്ട് കോളേജിൽ ഒരു ഇൻക്യുബേഷൻ സ്പേസ് ഉണ്ടായിരുന്നു. TBIs പോലെ. അവിടെ ഒരു ഫാബ് ലാബ് ഇൻക്യുബേഷൻ സ്പേസ് രണ്ടും കൂടി ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ള രീതിയിൽ അവിടെ ചെന്നിരുന്ന് വർക്ക് ചെയ്യും, കുക്ക് ചെയ്യും. പിന്നെ ഒരു ദാബ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്ത ഒരു ടൈം ഉണ്ടായിരുന്നു. 1 year ഞങ്ങളത് റൺ ചെയ്ത് നോക്കി. ബട്ട് അത് വർക്കൗട്ട് ആയില്ല. ബട്ട് ഞങ്ങൾ കുറേ പാഠങ്ങൾ പഠിച്ചു ആ ടൈമിൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഡൂയിങ് ബെറ്റർ നൗ. ആക്ച്വലി ടീമിലുണ്ടായ എല്ലാവരും, എൻട്രിയിൽ ഒരാളുണ്ട്, ഒരാൾ ബാംഗ്ലൂരിൽ വേറെ സ്റ്റാർട്ടപ്പിലാണ്, ഒരാൾ ഷിയാസിന്റെ സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്നു. മറ്റേ ഈ അർബൻ അല്ല, ഷിയാസിനുള്ള ഇതല്ലേ, മറ്റേ അവര് ഇത് ചെയ്യുന്നുണ്ടല്ലോ, ഹൻസലിലും ഷിയാസ്, സ്വർഗം കഫേ, മറ്റേ അർബൻ ഫോറസ്റ്റ്, അവരുടെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോ എവ്രിവൺ ഈസ് ഡൂയിങ് വെൽ. സോ ബേസിക്കലി യെസ്. ഓക്കെ, അപ്പോൾ അവിടെ സ്റ്റാർട്ടപ്പ് കഴിഞ്ഞു. പിന്നെ ഐ തിങ്ക് ആ എക്സ്പോഷർ വെച്ചിട്ട് ഒബ്വിയസ്ലി ജോബ് കിട്ടാൻ എളുപ്പമായിട്ടുണ്ടാവും. യു കുഡ് ഡു തിങ്സ്. അവിടെ എന്ത് ജോബായിരുന്നു വർക്ക് ചെയ്തത്? വാട്ട് വാസ് ദാറ്റ്? ഞാൻ ജോയിൻ ചെയ്തത് സാമ എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. സാമ ഫോർ ദ ഓഡിയൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. പണ്ടത്തെ മെഷീൻ ലേണിംഗ് കമ്പനി. അതെ, ഇനീഷ്യൽ ലേണിംഗ് തുടങ്ങുന്ന സമയത്ത് ഇത്രയും എനെ പറ്റി കൂടുതൽ സംസാരം ഉണ്ടായിരുന്നില്ല. അന്ന് ML ആയിരുന്നു. അപ്പോൾ മലൈ കണ്ണൻ എന്നാണ് ടീം ലീഡിന്റെ പേര്. പുള്ളി US-ലാണ്. പുള്ളി ഒരു ടീം ബിൽഡ് ചെയ്തു. ആക്ച്വലി ഇതേപോലെ ചിന്തിക്കുന്ന, എനെ പറ്റി കൂടുതൽ ചിന്തിക്കുകയും കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ടീമിനെ ബിൽഡ് ചെയ്തതാണ്. അവരെ കമ്പനി ആക്ച്വലി പൂനെ ബേസ്ഡ് ആയിരുന്നു. ചെന്നൈയിൽ ഒരു ഏരിയ, ഒരു ബിൽഡിങ്, ഒരു ഫസ്റ്റ് ഫ്ലോർ ഹയർ ചെയ്തിട്ട് ഇതേപോലെ കുറേ ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ അന്നാണ് പേപ്പേഴ്സ് വായിച്ചു തുടങ്ങുന്നത്. എനെ പറ്റിയുള്ള പേപ്പേഴ്സൊക്കെ ഞങ്ങൾ പേപ്പേഴ്സ് സ്ഥിരം വായിക്കാറുണ്ടായിരുന്നു. പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അത് നല്ലൊരു ടീമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ നല്ല ടീമാണ്. ആ ടീമിലുള്ള ഒരാൾ ഇപ്പോൾ ഹാർവേഡിൽ ഇപ്പോൾ PhD ചെയ്യുന്നുണ്ട്, ഒരാൾ ലിങ്ക്ഡിനിലാണ്. ഇവർ രണ്ടുപേരും റൂംമേറ്റ്സ് ആയിരുന്നു. ബാക്കിയുള്ളവരും കുറച്ച് പേര് സമയത്ത് തന്നെയുണ്ട്, കുറച്ച് പേര് മൾട്ടിപ്പിൾ കമ്പനീസിലുണ്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പോഷർ ആയിരുന്നു അത്. മനസ്സിലായി. അവിടെ വെച്ച് എന്ത് കണ്ടിട്ടാണ് ആദം ഡിസൈഡ് ചെയ്തത്, ഓക്കെ ഇനി ഈ എഞ്ചിനീയറിംഗ് ഒന്നും കാര്യമില്ല, ഇനി എല്ലാവരും ഭാവിയിൽ കൃഷിയായിരിക്കും? അത് കഴിഞ്ഞ് ഞാൻ 1 വർഷം സിലിക്കൺ വാലി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. ഓക്കെ. വാലി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. അതൊരു 1 year. ആ ടൈമിൽ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയ കാര്യം, വാലി കമ്പനിയാണല്ലോ. അതെ. അങ്ങനെ അതും AI ആയിരുന്നു. ഡ്രോൺ വെച്ചിട്ട് നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം അവർ ഓടിക്കും. ന്യൂയോർക്ക് പവർ അങ്ങനത്തെ ക്ലയൻസ് ഒക്കെ ആയിരുന്നു. എന്നിട്ട് അത് നമ്മുടെ സിസ്റ്റത്തിൽ ഫീഡ് ചെയ്തിട്ട് അവിടെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, എന്തെങ്കിലും ബ്രീച്ച് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടക്ടർ പോയിട്ടുണ്ടോ, ഇതൊക്കെയാണ് അനലൈസ് ചെയ്യുന്നത്. അവിടെ ഞാൻ MLOps ആയിരുന്നു ചെയ്തിരുന്നത്. പിന്നെ അവിടുത്തെ ഫുൾ ഡാറ്റാബേസ് മൈഗ്രേഷൻ അതൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ കോൺട്രാക്ട് എൻഡായി. പിന്നെ ഞാൻ റിന്യൂവിലേക്കൊന്നും ചിന്തിച്ചില്ല. ആ ടൈമിലാണ് ഞാൻ ഈ ഗ്രോ കിറ്റിന്റെ കാര്യത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ചുമ്മാ റാൻഡംലി ഐഡിയ വരില്ലല്ലോ, എന്താണ് ആ ഒരു മഷ്റൂമിലേക്ക് എൻ്റെ പേനുള്ളൊരു സോർട്ട് ഓഫ് ഇത് എങ്ങനെയായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം അതിലുണ്ട്. ഞാൻ ഫാദറിന്റെ ഹെൽത്തിന്റെ ഒരു ഇഷ്യൂ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ കൂടുതൽ ഈ ഹെൽത്തിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി, അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ തുടങ്ങി. ഞാൻ പിന്നെ ഈ പേപ്പർ വായിക്കുന്ന ശൈലി വന്നിരുന്നു. ഇവിടുന്ന് സാമയിൽ വർക്ക് ചെയ്യുമ്പോൾ റിസർച്ച് പേപ്പേഴ്സ് വായിക്കാൻ അത്ര പാടല്ല
ശരിക്കും നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ അബ്സ്ട്രാക്റ്റും കൺക്ലൂഷനും വായിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ പേപ്പറിൽ എവിടെ വേണമെങ്കിലും പോയി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളൊരു ഐഡിയ അവിടെ നിന്ന് കിട്ടിയിരുന്നു. അപ്പം ഞാൻ ഹെൽത്ത് പേപ്പേഴ്സ് വായിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ കൾട്ടിവേഷൻ പേപ്പേഴ്സ് വായിക്കാൻ തുടങ്ങി. എങ്ങനെ മഷ്റൂം കൾട്ടിവേഷൻ, പല സ്ഥലത്തും പല പേപ്പേഴ്സും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ആക്സസിബിൾ ആണ്, നമുക്ക് വായിക്കാൻ പറ്റും എന്നുള്ളൊരു ഇത് വന്നു. ഏതൊക്കെ റിസോഴ്സസ് എവിടെ പോയിട്ടാണ് തപ്പേണ്ടത് ഈ പേപ്പേഴ്സിനെ പറ്റി? പേപ്പേഴ്സ് വായിക്കാൻ ഇപ്പോൾ ഹെൽത്തിൻ്റെ ആണെങ്കിൽ NIH പേപ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ സ്കോളേഴ്സിൽ കുറേ പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ സൈഹബിൽ നമുക്ക് പേപ്പേഴ്സ് കിട്ടിയില്ലെങ്കിൽ തന്നെ അതുവഴി പേപ്പേഴ്സ് കിട്ടും. പിന്നെ ഈ പേപ്പേഴ്സ് നമുക്ക് ഒരു ChatGPT പോലത്തെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ സമ്മറൈസ് ചെയ്ത് നമുക്ക് അന്നതില്ല, എന്നാലും ഇപ്പൊ പോസിബിൾ ആണ്, ഇപ്പൊ കുറച്ചുകൂടി ആക്സസിബിൾ ആണ് ഇതെല്ലാം. അതെ അതെ. അപ്പോൾ ആ പേപ്പേഴ്സ് എന്താണ് വായിച്ചത്? വിച്ച് മേഡ് യു ആക്ച്വലി ഈ ഹെൽത്തും ഇതെല്ലാം കൂടി ബാക്ക്ഗ്രൗണ്ടിൽ നടക്കണമെങ്കിൽ എവിടെയോ ഇത് കണക്ട് ആയി വരുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ. നമുക്കറിയാം ഡൗൺ ദ ലൈൻ ഇതെല്ലാം എവിടെയെങ്കിലും സംതിങ് വിൽ വർക്ക് ഔട്ട് എന്നുള്ളൊരു ഇതുണ്ടായി. അപ്പൊ ഈ ഗ്രോ കിറ്റിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇത് ഗ്രോ കിറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഇത് ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ മഷ്റൂം ഗ്രോ ചെയ്യാം, അതായിരുന്നു അതിന്റെ ഐഡിയ. ഇവിടെ കട്ട് ചെയ്തിട്ട് അല്ലേ, ജസ്റ്റ് ആ ഫ്ലാപ്പ് ഉരുക്കി കഴിഞ്ഞാൽ ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ 9 ദിവസം കൊണ്ട് മഷ്റൂം വരും. ഞാൻ അതിന്റെ വീഡിയോസ് കണ്ടായിരുന്നു, സൂപ്പർ ആയിട്ട്. ഈസിയാണത്. പിങ്ക് കളർ അല്ലേ? പിങ്കും ഉണ്ട് വൈറ്റും ഉണ്ട്. ഇത് വൈറ്റിന്റെ ക്രിറ്റ് ആണ്, ഓയിസ്റ്റർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഈ മഷ്റൂം വെച്ച് എന്താ ചെയ്യാൻ പറ്റുക? വാട്ട് ക്യാൻ വി ഡു? നമുക്ക് കുക്ക് ചെയ്യാം. മറ്റേ പാസ്തയിലൊക്കെ ഇടാൻ പറ്റും. പാസ്തയിൽ ഇടാൻ പറ്റും, നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചുമ്മാ സോട്ട് ചെയ്ത് ബട്ടർ ഇട്ട് കഴിക്കാം, നല്ല ടേസ്റ്റ് ആണ്. ഈ മഷ്റൂം ഇവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും സ്പ്രേ ചെയ്ത് വീണ്ടും വരും. ഒരു മൾട്ടിപ്പിൾ ഹാർവെസ്റ്റ് നമുക്ക് കിട്ടും. ഒരു 10 days കഴിഞ്ഞാൽ അടുത്ത ഹാർവെസ്റ്റ് വരും. എത്ര കൊണ്ട് പറ്റും? 3-4 times നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. ഫ്രീ ആയിട്ട്. അതായത് അതാണ് ആ ഒരു ഇത് എളുപ്പമാണെന്ന് കാണിക്കാൻ, അതാണ് ഉദ്ദേശിച്ചത്. ഒരു 3-year-oldനും 90-year-oldനും ഗ്രോ ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ കിറ്റ് ഇറക്കിയത്. ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇതിന്റെ ബിഹൈൻഡ് ദ എഞ്ചിൻ എന്തൊക്കെയാണ് അതിന്റെ ഒരു ഇനിഷ്യലി ഈ പ്രൊഡക്റ്റ് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാല് കുറെ മില്ലുകളിൽ പോയി അറക്കപ്പൊടി വാരി പല പല സബ്സ്ട്രേറ്റ്സ് ട്രൈ ഔട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ പേപ്പേഴ്സും വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഓൾറെഡി ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ചെയ്യണമെന്നില്ല അല്ലോ, ഓൾറെഡി ചെയ്ത് അപ്പോൾ ആ പേപ്പേഴ്സ് അത് പക്ഷെ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ വേറെ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതെ അതെ. അപ്പോൾ കുറേ സ്പോൺസ് പറഞ്ഞ മഷ്റൂമിന്റെ സീഡാണ്, പല സ്ഥലത്തുനിന്നും ഓർഡർ ചെയ്തു. പിന്നെ ഇതേപോലെ സബ്സ്ട്രേറ്റ്സ്, വൈക്കോലുകള്, ചട്ടി കൊണ്ടിരുന്ന ആളുടെ വൈക്കോലുണ്ടായിരുന്നു, അപ്പൊ അത് കളക്ട് ചെയ്ത്. പിന്നെ ഈ അറക്കപ്പൊടി കളക്ട് ചെയ്യാനായിട്ട് മില്ലുകളിൽ പോയി അത് കളക്ട് ചെയ്തു. അങ്ങനെ കുറച്ച് ബാഗ്സ് ഉണ്ടാക്കി നോക്കി. അപ്പോൾ കുറെ ഫെയിലിയേഴ്സ് വന്നു. പിന്നെ പക്ഷെ ട്രൈ ഔട്ട് ചെയ്ത് അതിൽ ഫെയിലിയറിന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിരിക്കില്ല മഷ്റൂം വരുന്നുണ്ടാവും, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? മഷ്റൂം വരില്ല. മഷ്റൂം വരില്ല, അതാണ് എന്ന് പറഞ്ഞാൽ മറ്റ് കണ്ടാമിനേഷൻ വരും. അതായത് നമ്മൾ ഗ്രോ ചെയ്യുന്ന ഫംഗസ് ആണല്ലോ, ട്രൈക്കോഡർമ എന്ന് പറഞ്ഞൊരു വേറെ ഫംഗസ് ഉണ്ട്, ഗ്രീൻ കളർ, അഗ്രികൾച്ചറിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. പച്ച കളർ അത് പ്ലാന്റ്സിനൊക്കെ എയ്ഡ് ചെയ്യും. പക്ഷെ ഈ ഫംഗസ് ഇതിന് കോമ്പീറ്റിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സബ്സ്ട്രേറ്റ് കൊടുക്കുന്നു, അതിലൊരു ഫംഗസ് കോളനൈസ് ചെയ്യാൻ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുകയാണ് ശരിക്കും മഷ്റൂം കൾട്ടിവേഷനിൽ ചെയ്യണേ. കോളനൈസ് എന്ന് പറഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എപ്പോഴെങ്കിലും ഒരു കോമ്പീറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവില്ല, അതാണ്. അപ്പോൾ ഇനീഷ്യലി നമുക്ക് കുറേ കാര്യങ്ങൾ അതിനെപ്പറ്റി പഠിക്കേണ്ട വന്നു. അത് ശരിക്കും ഒരു മൈക്രോബയോളജിയിലേക്ക് പെട്ടെന്ന് ചാടി. ലാബ് സ്റ്റാർട്ട് ചെയ്ത് ക്ലോൺ ചെയ്യാൻ തുടങ്ങി. പിന്നെ അഗാർ പ്ലേറ്റ്സ് ഉണ്ടാക്കാൻ പഠിച്ചു. അതായത് രാത്രി ഇരുന്ന് കോഡ് ചെയ്യും, രാവിലെ ലാബിൽ പോയിരുന്ന് ഈ സംഭവങ്ങൾ ചെയ്യും. ഈവനിങ് ആണ് US ടൈമായിട്ട് ഇത് വർക്ക് വരാം. ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ ഇന്ത്യയില് ടീമില്, ബാക്കി എല്ലാവരും US-ലായിരുന്നു. അപ്പോൾ ഒരു 9 to 12 ആയിരിക്കും അവരായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നത്. രാവിലെയൊക്കെ ഞാൻ ലാബിൽ പോയി ഒരു ലാബ് സ്റ്റാർട്ട് ചെയ്തു. എവിടെ ലാബ് സ്റ്റാർട്ട് ചെയ്തത്? വീടിന്റെ അടുത്ത് തന്നെ. വീട്ടിൽ തന്നെ, വീടിന്റെ പുറകിലൊരു ഏരിയ ഞാൻ ലാബിന് വേണ്ടിയിട്ട് വെച്ചു. അവിടെ ബിൽഡ് ചെയ്തു. ഞങ്ങൾ ഈ സാൻഡ്വിച്ച് പാനൽസ് വെച്ചിട്ട് ബിൽഡ് ചെയ്ത് ലാമിനാർ ഫ്ലോ ഹുഡ്, അതിനുള്ള എല്ലാ എക്യുപ്മെന്റ്സും മേടിച്ചിട്ട് അത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അത് പഠിക്കാൻ അതൊരു ലേണിംഗ് ഫേസ് ആയിരുന്നു. ഞാൻ ബയോളജി ആയിരുന്നില്ല, അപ്പോൾ മൈക്രോ ബയോളജി പഠിക്കാൻ ഇതൊക്കെ ഇന്റർനെറ്റിൽ നോക്കി പഠിച്ചു. കുറച്ച് ബുക്കൊക്കെ വായിച്ച്
യൂട്യൂബ് ചാനൽസ് എല്ലാം ഇപ്പോൾ ഓപ്പൺ ആണല്ലോ, നമുക്ക് പഠിക്കണമെങ്കിൽ എല്ലാം പഠിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അത് ചെയ്തു തുടങ്ങി, അങ്ങനെ സ്പോൺ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ മനസ്സിലായി എളുപ്പമല്ല സംഭവം, ഇത് എളുപ്പമല്ല. കോഡ് പോലെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ലൈവ് ആവില്ലല്ലോ, ഇത് കുറച്ച് ടൈമുണ്ട്. മേ ബി 1 month ആയിരിക്കും എടുക്കുന്നത്. 1 month പേഷ്യന്റോട് വെയിറ്റ് ചെയ്യിക്കണല്ലേ, വെയിറ്റ് ചെയ്തിരിക്കണം, എന്നാലാണ് ഔട്ട്പുട്ട് അറിയുള്ളൂ. ഔട്ട്പുട്ട് കറക്റ്റ് ആണോ എന്ന് അറിയണമല്ലോ. അപ്പൊ ഞങ്ങൾ ആദ്യം ചെയ്തത് ഈ മിനിമലിസ്റ്റ് ഓൺട്രപ്രീനർ എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടല്ലോ, സാഹിൽ. അപ്പൊ അതിനകത്ത് അതിന്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റ് ഒരു 100 ഓർഡർ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 100 ഓർഡറിന്റെ ഒരു ഞാൻ റേസിനോട് തീരുമാനിച്ച ഒരു 100 ഓർഡറിന് വേണ്ടിയിട്ട് ഒരു പേജ് ഉണ്ടാക്കി. എല്ലാവർക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ. ഷോപ്പിഫൈയിൽ ഉണ്ടാക്കിയതാണോ? അതല്ല, അത് അന്ന് റേസർ പേ ഒരു പേജ് ആയിരുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്തു. അതിന് ഒരു 93 ഓർഡേഴ്സ് ഞങ്ങൾക്ക് കിട്ടി. ഇത് ഓർഡർ ചെയ്യുമ്പോൾ എന്ത് കിട്ടാ? ഈ കിറ്റ് കിട്ടോ? ഈ കിറ്റ്. ഓക്കെ, അന്ന് ഞങ്ങൾ ഈ കിറ്റിന്റെ ഒരു ഡെമോ ഉണ്ടാക്കിയിട്ടുള്ളൂ. 93 എങ്ങനെ ഉണ്ടാക്കണം എന്ന് അറിയില്ല ഞങ്ങൾക്ക്. ജസ്റ്റ് പറഞ്ഞിട്ടു, പക്ഷെ ഓർഡർ വന്നപ്പോ പിന്നെ നമുക്ക് ഉണ്ടാക്കാം. അന്ന് ലാബും ഇല്ല കേട്ടോ. ഫസ്റ്റ് സ്റ്റേജ് ആണത്. ഫസ്റ്റ് റവന്യൂ കിട്ടി, പിന്നെയാണ് ബാക്കിയെല്ലാം തുടങ്ങിയത്. അതെ, ഫസ്റ്റ് റവന്യൂ, എന്നാലാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് അറിയുള്ളൂ. അതെ അതെ അതെ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് പറഞ്ഞാൽ ഓക്കെ, ഇഫ് യു തിങ്ക് വർക്ക് ഇറ്റ് ഔട്ട്, ഡിമാൻഡ് ഉണ്ട്, ദേ വാണ്ട് ടു ട്രൈ ഇറ്റ് ഔട്ട്. ഞങ്ങൾ ഇതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി, ആ ഫോട്ടോ ആണ് ഇട്ടിരുന്നത്. ഒരു കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് സ്പ്രേ ചെയ്യുന്നതും അതെല്ലാം ചെയ്തു. പിന്നെ റേസയാണ് ഇതിന്റെ ബോക്സിന്റെ എല്ലാം ഡിസൈൻ ചെയ്തത്. മീര എന്ന് പറഞ്ഞ ഡിസൈനറും കൂടി ചേർന്നിട്ട് അവരിത് ചെയ്ത്. എന്നിട്ട് ഞങ്ങളിത് എല്ലാവർക്കും ഷിപ്പ് ചെയ്ത് കൊടുത്ത്. അപ്പൊ നമുക്ക് കുറെ ഇഷ്യൂസ് മനസ്സിലായി. അത് ഇനീഷ്യൽ ഇഷ്യൂസ്, ഒന്ന് ലോജിസ്റ്റിക്സ്, ഇത് എല്ലാവരിലേക്ക് എത്തിക്കാന്നുള്ളത്. ഇത് അവിടെ എത്തുമ്പോൾ കുറെ ചൂടായിട്ടായിരിക്കും എത്തുന്നത്. അപ്പൊ അവിടെ വിരിയോന്നുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെ കുറെ ഇനീഷ്യൽ ഇഷ്യൂസ് ഞങ്ങൾ സോർട്ട് ചെയ്യാൻ തുടങ്ങി, എല്ലാവർക്കും റീപ്ലേസ് ചെയ്യാൻ തുടങ്ങി. കാരണം 99 അല്ല, അതിനകത്ത് മേ ബി 25 ആൾക്കാർക്ക് കുറെ ഇഷ്യൂസ് വന്നു. എന്തെങ്കിലും ചിലപ്പോൾ ലോജിസ്റ്റിക്സിൽ എന്തെങ്കിലും വന്ന ഇഷ്യൂ ആയിരിക്കാം, റീഫണ്ട് ചെയ്ത് വീണ്ടും. ഒരാൾ രാജസ്ഥാനിൽ നിന്ന് ഓർഡർ ചെയ്ത്, അപ്പൊ അവിടുത്തെ ടെമ്പറേച്ചർ വേറെയാണ്, അവിടെ ഇത് വിരിയോന്നുള്ളത് ഇതുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ 1-2 കാര്യങ്ങളായപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഓക്കെ എന്തൊക്കെ ഇഷ്യൂസ് വരാം, അങ്ങനെ ഒരു സംഭവം. അപ്പൊ അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ബിൽഡ് ആവുന്നത്. ശരിക്കും ഡയറക്ട്ലി ഫ്രം കസ്റ്റമർ എന്തൊക്കെ ഇഷ്യൂ വരാം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ അത് ബിൽഡ് ചെയ്ത് വന്നത്. പിന്നെ ആ ഒരു ഇനീഷ്യൽ ഓർഡർ കഴിഞ്ഞ് പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ ഒക്കെ അതിന് മുമ്പ് വന്നായിരുന്നോ? ഈ ഡിസൈൻ സ്റ്റാൻഡർഡൈസേഷനോ അല്ലെങ്കിൽ അതർ പ്രൊഡക്ട്സ് ഒക്കെ എങ്ങനെയാണ് വന്നത്? ഡിസൈൻ അന്ന് തന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്തു. ആ സമയത്ത് തന്നെ എല്ലാവർക്കും കിറ്റ് അയച്ചു കൊടുക്കണമല്ലോ. പക്ഷെ അതിനകത്തുള്ള സബ്സ്ട്രേറ്റ്, ഇതിലുള്ള ഇതെല്ലാം സ്റ്റാൻഡർഡൈസേഷൻ ഓവർ ദ പീരീഡ് ഓഫ് ടൈം ആണ് സംഭവിച്ചത്. ഈ അതിനകത്ത് ഫണ്ണായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യണമല്ലോ. ഗ്രോ കിറ്റ് ഉണ്ടാക്കുന്നത് ആ മെത്തേഡ് സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു മഷ് പെല്ലറ്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ കണ്ടായിരുന്നു ചെയ്തു. മറ്റേ പശുവിന് കൊടുക്കുന്ന പെല്ലറ്റ് ആണോ? അല്ല, പശു എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, പശുവിന് കൊടുക്കുന്ന പെല്ലറ്റ്. പക്ഷെ ആക്ച്വലി പശുവിന് കൊടുക്കുന്ന പെല്ലറ്റ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതിലുള്ള ഇൻഗ്രീഡിയൻസ് വേറെയാണ്, മഷ്റൂമിന് വേണ്ടിയിട്ടുള്ള ഫുഡാണ് ശരിക്കും. ഓക്കെ. അപ്പൊ ആ പെല്ലറ്റ്സ് എവിടെ യൂസ് ചെയ്യാൻ പറ്റാ? സാധാരണ വൈക്കോലിലാണ് ഉപയോഗിച്ചിരുന്നത്. ജസ്റ്റ് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഈ പെല്ലറ്റിൽ ജസ്റ്റ് ചൂടുവെള്ളം ഒഴിക്കുക, അപ്പൊ അത് എക്സ്പാൻഡ് ആവും. എന്നിട്ട് ഇതിന്റെ സ്പോൺ ആഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ ആക്ച്വലി ഓൾ കേരള അത് അഡോപ്റ്റ് ചെയ്തു. അതാണ് വൺ ഓഫ് ദി ബിഗസ്റ്റ് ഇന്നോവേഷൻ ഞാൻ ചെയ്തതിൽ ഞാൻ പ്രൗഡ് ആയിട്ടുള്ള ഒരു സംഭവം. ഒന്നിട്ട് പറയോ? മനസ്സിലായില്ല. അതായത് യൂഷ്വലി എല്ലാവരും ട്രഡീഷണലി വൈക്കോൽ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. ഞങ്ങൾ ഈ പെല്ലറ്റ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം പെല്ലറ്റ്സ് എന്താണ്. അപ്പൊ അതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് എളുപ്പത്തിൽ ഈ ഒരു സ്റ്റെപ്പ് മഷ്റൂം കൾട്ടിവേഷൻ തന്നെ എളുപ്പത്തിൽ ചെയ്യാന്നുള്ളൊരു സംഭവം കണ്ടുപിടിച്ചു. മനസ്സിലായി. ഇന്നോവേഷൻ ആണത്. അത് ഞങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് മിഷന്റെ ഫണ്ടിങ് കിട്ടി, ഇതിന് വേണ്ടിയിട്ട് ഗ്രാൻഡ് കിട്ടി. കാര്യം അത്രയും റീച്ച് വന്നു. ഞങ്ങള് 23 രാഹുൽ എന്ന് പറഞ്ഞ വേറെ ഫാമറുണ്ട് കണ്ണൂര്, പുള്ളിയാണ് ഇതിന്റെ ഒരു വീഡിയോ ചെയ്തത്. അന്ന് ആ വീഡിയോക്ക് 1 lakh വ്യൂ കിട്ടി. ഇൻ 2-3 days 1 lakh വ്യൂ കിട്ടി. ഓൾമോസ്റ്റ് ഒരു 6 to 10 tons ഓഫ് മഷ് പെല്ലറ്റ്സ് സെൽ ചെയ്തു. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു റെവല്യൂഷനാണ്. എല്ലാവരും റെഡി ആയിരുന്നു അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വൈക്കോല് വെച്ചൊക്കെ നിങ്ങൾ പണിയെടുത്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും വൈക്കോലായിരിക്കും, ചൊറിച്ചിലും. പിന്നെ വൈക്കോല് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് കണ്ടാമിനേഷൻ വരും, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായി.
അപ്പൊ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിലേക്ക് വരും നമ്മൾ വിചാരിച്ചതല്ല ശരിക്കും. സൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് ഇറങ്ങി, പക്ഷെ അത് ഹാഡ് മോർ ട്രാക്ഷൻ ദാൻ ദ ട്രാക്ഷൻ. കാര്യം റിക്കറിംഗ് ആയിട്ട് ആൾക്കാർ വരും ഓ. അത് വാങ്ങിക്കാൻ. അത് ഇപ്പോഴും സെല് ആയിക്കൊണ്ടിരിക്കും. ഓ, ഞങ്ങൾ ആക്ച്വലി അത് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഭവം എവിടേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്? സ്കോട്ട്ലൻഡ്, ദുബായിക്ക് എക്സ്പോർട്ട് ചെയ്തു, കുവൈറ്റ്. കേരള ടു ഗ്ലോബൽ മഷ്റൂം എല്ലായിടത്തും മഷ്റൂം. അതെ, കൊള്ളാം, ഇൻട്രസ്റ്റിംഗ്. ടെൽ മീ മോർ. അത് കഴിഞ്ഞു, ഓക്കെ, മഷ് പെല്ലറ്റ്സ് വന്നു. പിന്നെ ബാക്കിയുള്ള പ്രൊഡക്ട്സ് എങ്ങനെ വന്നത്? ബാക്കിയുള്ളത് ലയൻസ് മെയിൻ ഒക്കെ, അല്ലെങ്കിൽ കോഡ്സെപ്സും, അല്ലെങ്കിൽ അതിനെ പറ്റി മേ ബി ആ പ്രൊഡക്റ്റ് ഒക്കെ എന്താണ് യൂസ് എന്നുള്ളതെന്ന് മേ ബി ഹെൽത്ത് പരമായിട്ട് എങ്ങനെയൊക്കെയാണ് ആൾക്കാർക്ക് ഇത് നമ്മളിപ്പോൾ ട്രൈ ഔട്ട് ചെയ്തു. ബിഫോർ ദ പോഡ്കാസ്റ്റ് വി ട്രൈഡ് ഔട്ട് ദിസ് തിങ്. എനിക്ക് ചെറുതായിട്ട് എന്തൊക്കെ അറിയണോ എന്താണ് ശരിക്കും ആക്ച്വലി ചെയ്യണത് ഈ പറഞ്ഞ സാധനം ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ? അതായത് മഷ്റൂമിൽ ഇത് ഫങ്ഷണൽ മഷ്റൂംസ് പറഞ്ഞ സ്പേസ് തന്നെയാണ്. ഓക്കെ, ഫങ്ഷണൽ മഷ്റൂംസ്. ഓക്കെ, അതായത് ഓരോ മഷ്റൂംസും ആക്ച്വലി എല്ലാ മഷ്റൂംസും ഇമ്മ്യൂണിറ്റി ഭയങ്കര നല്ല ഒരു മഷ്റൂമാണ്. ഓക്കെ, സോറി, എല്ലാ മഷ്റൂംസും എടുക്കുമ്പോൾ അത് ഇമ്മ്യൂണിറ്റിക്ക് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഈ ഇതിനകത്തെല്ലാം ബീറ്റാ ഗ്ലൂക്കൻ എന്ന് പറഞ്ഞ കണ്ടന്റ് ഉണ്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യും. പിന്നെ ഇൻ സ്പെസിഫിക് ആയിട്ട് ഓരോ മഷ്റൂംസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കോഡിസെപ്സ് ആയി കഴിഞ്ഞാൽ കോഡിസെപ്പ് എന്ന് പറഞ്ഞ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, സ്റ്റഡീസ് എന്താ പറയുന്നത് വെച്ചാൽ അത് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഓക്സിജൻ യൂട്ടിലൈസേഷൻ VO2 മാക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറേ സൈക്ലിസ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് കുറച്ച് ഞങ്ങളുടെ അടുത്ത് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നുണ്ടായി. അപ്പോൾ എൻ്റെ കസിൻ്റെ ഒരു ടീം ഉണ്ടായി. അപ്പോൾ അവർക്ക് ഇത് കൊണ്ടുപോയി കൊടുത്തു. അവര് ഭയങ്കര അഭിപ്രായം പറഞ്ഞു, ഭയങ്കര ഫീഡ്ബാക്ക്. ലൈക്ക് ലൈവ് നമുക്കറിയാലോ, ലൈവ് റിസൾട്ട് അറിയാം. അപ്പോൾ കോഡിസെപ്സ് ഓൾറെഡി ഫേമസ് ആണ്. കാര്യം അവിടെ നേപ്പാളിലൊക്കെ ആൾക്കാർ ഹൈക്കിങ്ങിന് പോകുമ്പോൾ ഇതിന്റെ വേറെ വെറൈറ്റി ഉണ്ട്. ഇത് കോഡിസെപ്പ് മിലിറ്റാരിസ് ആണ്. കോഡിസെപ്പ് സിനൻസിസ് എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. 30 lakh പെർ kg വരുന്നത്. അത് ഇങ്ങനെ ഇതിന് 13,000 രൂപ ഉണ്ടല്ലോ, 30 ml അല്ലേ? നല്ല എക്സ്പെൻസീവ് ആണല്ലോ ഇത്. ഇതാണ് ഒരു ഹാർഡ് ടു കൾട്ടിവേറ്റ് മഷ്റൂം ആണ്. അതുകൊണ്ടാണ് അത് റേറ്റ് വരുന്നത്. പിന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് വരുന്നേ ഉള്ളൂ ശരിക്കും ഇതൊക്കെ മാർക്കറ്റിൽ. ഇതിപ്പോൾ ആരും ഉപയോഗിക്കണം? ഹൂ ഷുഡ് ബി യൂസിങ് ഇറ്റ്? ലൈക്ക് അത്ലറ്റ്സ് ആണോ, സ്പോർട്സ് ആണോ, ജിം? ഇൻ ജനറൽ ആർക്കും യൂസ് ചെയ്യാൻ പറ്റും. കാര്യം മഷ്റൂംസ് എന്ന് പറയുന്നത് ആർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. നമ്മൾ അതിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് ആണത്. ബാക്കിയെല്ലാം പൗഡേഴ്സ് ആണ്. ഓക്കെ, മഷ്റൂം തന്നെ പൗഡർ ചെയ്ത് നമ്മുടെ നാട്ടിൽ ഇത് യൂസ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. എവിടെയാണ് ശരിക്കും ഇതിന്റെ നല്ല യൂസ് ഉള്ളത്? എവിടെയും ഇപ്പൊ US നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ചൈനയാണ് 4000-5000 ഇയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സംഭവമാണ്. ഈ റേഷ്യൊക്കെ അവര് ട്രഡീഷണൽ മെഡിസിനിലുള്ളതാണ്. പിന്നെ ഈ കോഡിസെപ്സും ലയൺസ് മെയിനും ഒക്കെ കിങ്സ് ഫുഡാണ് അവിടുത്തെ. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കിങ്ങിന് കഴിക്കാനുള്ള ഫുഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബാക്കിയുള്ള കഴിക്കാൻ പോലും പാടില്ല എന്നാണ്. കാര്യം റെയറിലേ കിട്ടുള്ളൂ. ഫോറസ്റ്റിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവർ രാജാവിനൊന്നും കൊടുക്കും. ഓക്കെ, രാജാവാണെങ്കിൽ കഴിച്ചാൽ മതി. ലയൺസ് മെയിൻ ഭയങ്കര ഫേമസ് ആണ് ഇപ്പോൾ. ലൈക്ക് കുറെ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നത്. ലയൺസ് മെയിൻ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ പലരും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ എന്താ പറയാ, അതിന്റെ ആക്ച്വൽ യൂസ് ഇന്റന്റ് റൈറ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. NGF ബൂസ്റ്റ് ചെയ്യുന്നതാണ് പേപ്പേഴ്സ് പറയുന്നത്. ഗ്രോത്ത് ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. അതിനകത്ത് ഹെറിനസിൻസും ഹെറീസിനോൺസും എറിനസിൻസും 2 ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഉണ്ട്. അത് നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോൺസിനെ പല രീതിയിൽ ഫയർ ചെയ്യും, അതിനെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്, സ്റ്റഡീസ്. ആഡം ഇതിലെല്ലാം ഓരോന്ന് ഡെയിലി കഴിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യണത് എങ്ങനെയാണ്? ഞാൻ എല്ലാ ദിവസവും കഴിക്കാറില്ല. ഓക്കെ, കൺസ്യൂമിങ് ദ സെയിം തിങ് യു ആർ മേക്കിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡെഫിനറ്റ്ലി അത് ഉണ്ടല്ലോ. ലൈക്ക് എല്ലാ ദിവസവും മഷ്റൂം കഴിക്കുന്നോ? ലൈക്ക് എൻ്റെ വീട്ടിൽ എന്തായാലും ഒരു ദിവസം എന്തായാലും മഷ്റൂം ഉണ്ടാവും. ഒരു മീലിൽ എന്തായാലും ആയിട്ട് വരും. ചിക്കൻ കറി ആണെങ്കിൽ അതിൻ്റെ അകത്ത് മഷ്റൂം ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെയാണ് വീട്ടില്. പിന്നെ കോഡിസെപ്സ് ഞാൻ വർക്കൗട്ടിന് മുമ്പ് കഴിക്കാറുണ്ട്. മറ്റേത് കോഫിയിലായിട്ടാണ്. കോഫിയുടെ കൂടെ ഞാൻ ആക്ച്വലി ടീ പേഴ്സൺ ആണ്. അപ്പൊ ടീയിലും കുറച്ച് ആഡ് ചെയ്യും. പിന്നെ നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കഴിക്കാന്നുള്ളതാണ്. അപ്പൊ വീട്ടിലെങ്ങനെയാന്ന് വെച്ചപ്പോ നോമ്പായിരുന്നപ്പോ കൈപ്പോളൊക്കെ ഉണ്ടാക്കും. അപ്പൊ അതിൽ കുറച്ച് പുട്ടുണ്ടാക്കുമ്പോ പുട്ടിലിടും. അങ്ങനെ പൗഡേഴ്സ് അതിൽ ആഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ കൺസ്യൂം ചെയ്യുന്നത്. ഇപ്പൊ ബിഫോർ ആഫ്റ്റർ ആയിട്ട് ഒരു മേ ബി വാട്ട് ചേഞ്ച്ഡ് ആസ് എ പേഴ്സൺ ഓർ സംതിങ് യു ക്യാൻ ടെൽ? ഇത് മഷ്റൂം കൺസ്യൂം ചെയ്യുന്നതുകൊണ്ടാണോ? ഇൻ ജനറൽ ഹെൽത്തിയാണ്. ഓക്കെ, കൂടുതൽ അസുഖങ്ങളൊന്നും വരാറില്ല. ഓക്കെ, ആണ് എനിക്ക് മനസ്സിലായി. ഞാൻ
ഇമ്മ്യൂണാണ്. പിന്നെ എനിക്ക് ഈ പറഞ്ഞ കോഡിസെപ്സ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റാറുണ്ട്, പുഷ് ചെയ്യാൻ പറ്റാറുണ്ട്. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അന്ന് തന്നപ്പോൾ കുറേ പേര് പറയാറുള്ള ഒരു അതെനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ മറ്റേ വെയിറ്റ് ലിഫ്റ്റിന് എക്സ്ട്രാ റെപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എക്സ്ട്രാ ചെയ്യാൻ പറ്റും അത് പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. സ്ഥിരം വന്ന് വാങ്ങിക്കുന്നവരുണ്ട്. അതാണല്ലോ മെയിൻ സംഭവം. ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അവർ സ്ഥിരം വന്ന് വാങ്ങിക്കുന്ന റിപ്പീറ്റബിൾ കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ആ പ്രൊഡക്റ്റിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് കൂടുതൽ ആളുകളുടെ ഇപ്പൊ മഷ്റൂം അതിനെ കഴിക്കണം എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. അതെ അതെ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ പുട്ടുപൊടിയുടെ ആശയത്തിൽ വന്നത്. സ്ഥിരം നമ്മൾ കഴിക്കുന്ന സംഭവമാണ് പുട്ട്. അപ്പൊ അതിലെന്തുകൊണ്ട് മഷ്റൂം ആഡ് ചെയ്തുകൂടാ? അങ്ങനെയാണ്. ഇതാണ് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പൊടിയാണ് ആഡ് ചെയ്യേണ്ടത്? അല്ല, അത് ജസ്റ്റ് ഇത് മഷ്റൂം പുട്ടുപൊടിയാണ്. ഇത് പൊടിയാണ്. ഇത് ഞങ്ങളിപ്പോ ട്രൈ ഔട്ട് ചെയ്ത ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ്. നേരെ പുട്ടുണ്ടാക്കാം, നേരെ നനച്ചിട്ട് പുട്ടുണ്ടാക്കാം. ഓൾറെഡി മഷ്റൂം ഉണ്ട്, സപ്ലിമെന്റഡ് ആണ്. എത്ര ഗ്രാം മഷ്റൂം ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ? യൂഷ്വൽ പൊട്ടുപൊടി അല്ലേ ഇത്? അതിനുള്ളിൽ കുറച്ച് മഷ്റൂം പൊടി ഉണ്ടാവും. അതെ, അതൊരു 12 ഗ്രാം ഡ്രൈ ഉണ്ടാവും. അതായത് ഒരു 120 ഗ്രാം ഫ്രഷ് മഷ്റൂമിന്റെ സൂപ്പർ ആയിട്ടുണ്ട്. ബേസിക്കലി ആ മഷ്റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ തന്നെ ഒരു എക്കോസിസ്റ്റം ഓഫ് പ്രൊഡക്റ്റ് നൽകിക്കൊണ്ടിരിക്കുക. അതെ അല്ലേ? അതെ. അപ്പൊ പിന്നെ ഐ തിങ്ക് വേറെ എന്തൊക്കെയാണ്? കണ്ടെയ്നർ കണ്ടിരുന്നു. ഐ തിങ്ക് കണ്ടെയ്നർ ആണ് എന്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ അന്ന് ആ വീഡിയോ എന്നെ കൊണ്ട് പബ്ലിഷ് ചെയ്താണ് എനിക്ക് ഓർമ്മയുണ്ട്. അതെ, അത് ഭയങ്കര സക്സസ് ആയിരുന്നു. താങ്ക് യു. ഞാനാണ് ആ വീഡിയോ പബ്ലിഷ് ചെയ്തത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നമ്മളെ ഇവിടെ ഇവന്റ് നടന്നപ്പോ എന്നെ കൊണ്ട് ഇതൊന്നും പബ്ലിഷ് ചെയ്തവരോട് ചോദിച്ചു. ഓക്കെ, പബ്ലിഷ് ചെയ്തു. എനിക്ക് എന്താ സംഭവം മനസ്സിലായില്ല. പിന്നെ മനസ്സിലായത് ആ വീഡിയോ എത്ര നല്ല റീച്ച് ഉണ്ട്. ക്ലോസ് ടു 1 മില്യൺ അടുത്തുണ്ട് ആ വീഡിയോ. അതിനെ പറ്റിയൊരു സ്റ്റോറി. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ഇങ്ങനെ ഇതിന് സ്മോൾ ഫോം ഫാക്ടറിയിൽ മാറി കണ്ടെയ്നർ സെറ്റപ്പിലേക്ക് മാറി. അതൊന്നും ജസ്റ്റ് എന്താ പറഞ്ഞു കൊടുക്കും? അതായത് എനിക്ക് കുറേ ഐഡിയാസ് വരും. അപ്പൊ അതിന്റെ അതൊരു ഐഡിയ ആയിരുന്നു എനിക്ക് കണ്ടെയ്നറിൽ ഫാം ചെയ്യണം എന്നുള്ളൊരു ഐഡിയ. കണ്ടെയ്നറിൽ ഫാം ചെയ്യണം. ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ, ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സിൽ ഫാമായിട്ട് സെറ്റ് ചെയ്യണം. അത് എന്താ ഐഡിയ വന്നിട്ടാൻ കാരണം എന്ന് വെച്ചാൽ അത് പോർട്ടബിൾ ആണ്. പിന്നെ ഞാൻ അതിന്റെ ഐഡിയാസ് പുറം രാജ്യങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യണം കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ 1-2 പേരടുത്ത് പറഞ്ഞ്, അപ്പൊ അവരത് ക്യാൻസൽ ചെയ്ത് കളയും. പിന്നെ ഞാൻ കൂടുതൽ ആൾക്കാരടുത്ത് പറയാൻ പോയില്ല. അങ്ങനെ ഞങ്ങളൊരു ഇതിന് പോയി, ഹൈക്കിന് പോയിരുന്നു. നേപ്പാളിൽ പോയിരുന്നു. ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നേപ്പാളിലാന്ന് പറഞ്ഞിരുന്നു. നേപ്പാളിൽ ഞങ്ങളൊന്ന് കാത്മണ്ഡു പോയി. കാത്മണ്ഡുവിലെത്തിയപ്പോ ഞാൻ റീസൺ പിന്നെ ഞങ്ങക്ക് EBC പോയാലോ. EBC എന്തായിരുന്നു? എവറസ്റ്റ് ബേസ് ക്യാമ്പ്. അന്ന് അങ്ങനെ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ച് അങ്ങനെയാണ് പോവാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക്. അന്ന് ഞങ്ങള് മാത്രമാണ് ഗൈഡും പോർട്ടും ഇല്ലാതെ പോയത് EBCയില്. കുറെ ആൾക്കാർ ചോദിച്ചു പോണ വഴി ആരെങ്കിലും ഗൈഡിനെ കൂട്ടിക്കൂടെ എന്നുള്ളത്. ചുമ്മാ പോയി എവറസ്റ്റ് കയറാൻ പോയി? ബേസ് ക്യാമ്പ് വരെ. ബേസ് ക്യാമ്പ് വരെ ചുമ്മാ പോയി. യൂഷ്വലി അതും ആൾക്കാർ പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് പോവാറ്. ഞങ്ങൾ കൂടുതൽ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ. എത്ര ഫീറ്റ് ഉണ്ടാവും? എങ്ങനെയാണ് എൻ്റെ ഒരു അത് 8 ദിവസം എടുക്കും അങ്ങോട്ട് എത്താനായിട്ട്, നടന്നെത്താനായിട്ട്. നമ്മൾ പല പല ടെറൈൻസിൽ കൂടെയാണ് പോണത്. ആദ്യം 2000 meters ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 കിലോമീറ്റർ അല്ല, ഹൈറ്റ്, ആൾട്ടിറ്റ്യൂഡ് 2000 meters ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൺ ഓഫ് ദി ഡെഡ്ലിയസ്റ്റ് എയർപോർട്ടാണ് ലുക്ല എയർപോർട്ട്. അതൊരു മലയുടെ മുകളിലാണ്. നമ്മൾ അവിടെ ലാൻഡ് ചെയ്യണം. അങ്ങനെയാണ് തുടങ്ങണത് തന്നെ. ഒരു എയർ സ്ട്രിപ്പ് ഇങ്ങനെയാണ് ഇരിക്കണേ, മലയുടെ മുകളിൽ ഇങ്ങനെ നമ്മളിവിടെ വന്ന് ലാൻഡ് ചെയ്യും. അപ്പൊ ആ ലാൻഡിങ് ഇങ്ങനെ ആയതുകൊണ്ട് അത് സ്ലോ ആവുന്നു. അങ്ങനെ ഇടിച്ചു നിൽക്കില്ല എന്നൊക്കെ നമുക്ക് ശരിക്കും പേടിയാവും അതിൽ കയറി കഴിഞ്ഞാൽ. ഓൾറെഡി സെസ്ന ഫ്ലൈറ്റിലാണ്, സെസ്ന പോലത്തെ അങ്ങനത്തെ ഫ്ലൈറ്റ്സിലാണ് പോകുന്നത്, ചെറിയ എയർപ്ലെയിൻ. അവിടെ ലാൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. പിന്നെ ടീ ഹൗസ് ട്രെക്കാണ്. ടീ ഹൗസ് ട്രെക്ക് എന്ന് പറഞ്ഞാൽ ഓൺ ദ വേ കുറച്ച് ടീ ഹൗസസ് ഉണ്ടാവും, ഫുഡ് കഴിക്കാനും താമസിക്കാനൊക്കെ ആയിട്ട്. അത്രയും സീസണിലല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ലക്കിയായിരുന്നു. അല്ലെങ്കിൽ ഓൾറെഡി ഇത് ബുക്ക് ചെയ്തിട്ട്, കാര്യം ഓൾ ഓവർ ദ വേൾഡ് ആൾക്കാർ വരുന്ന ഇതാണ്. അതിലും കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇതേപോലെ പോണ വഴി ഡയറിയൊക്കെ വന്ന്, ലൈക്ക് ഫുഡൊക്കെ നമുക്ക് ഇഷ്യൂ ആവണല്ലോ. ചില സമയത്തൊക്കെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ട്രാവലേഴ്സ് ഡയറിയൊക്കെ വന്നു. അന്ന് ഹെൽപ്പ് ചെയ്തത്, അന്നൊരു 70th ആനിവേഴ്സറി ഓഫ് എവറസ്റ്റ് ക്ലൈംബ് ചെയ്യുന്ന ആനിവേഴ്സറി ആയിരുന്നു. അവര് ക്ലൈംബ് ചെയ്തല്ലോ ടെൻസിങ് നോർഗേം. അപ്പോൾ അവരുടെ ഫാമിലി മൊത്തം അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ കാണാൻ പറ്റി അവിടുന്ന് വന്നത്. അപ്പോൾ അവരോട് ഡോക്ടർ ഉണ്ടായിരുന്നു, വാൾ മെഡിസിനൊക്കെ തന്ന് പിന്നെ കണ്ടിന്യൂ ചെയ്ത് ഫുള്ള് പോയി. EBC എത്തി, ഐസായി, ലൈക്ക് നല്ല തണുപ്പും. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് മഞ്ഞൊക്കെ പെയ്ത്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു മലയാളി, എവിടെ ചെന്നാലും മലയാളി ഉണ്ടല്ലോ.
എന്നാലും വളരെ റെയറായിരുന്നു. ഒരു മലയാളീനെ കണ്ടുള്ളൂ അവിടെ ചെന്നിട്ട്. തിരിച്ചു ഇതുപോലെ 3 days തിരിച്ച് കംപ്ലീറ്റ് ആയി ഇറങ്ങി. അന്ന് വന്നിട്ട് ഞാനൊരു കണ്ടെയ്നർ വാങ്ങിച്ചു. ഓ അതാണ് കണ്ടെയ്നർ പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ കണ്ടെയ്നർ വാങ്ങിച്ചു. കണ്ടെയ്നറൊക്കെ എത്ര എക്സ്പെൻസീവ് ആവും? അത് പല റേഞ്ചിലുണ്ട്. ലൈക്ക് 1.5 lakh മുതൽ മുകളിലേക്ക് നമുക്ക് ക്വാളിറ്റി അനുസരിച്ച് കണ്ടെയ്നേഴ്സ് കിട്ടും. ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ് കാർ വാങ്ങിക്കാൻ പോകുന്ന പോലെ നമുക്ക് നോക്കിയിട്ട് കണ്ടെയ്നർ മേടിക്കാം. പക്ഷെ നമ്മൾ നടക്കണം, കുറേ നടക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട്. പിന്നെ കുറേ സീസൺ കണ്ടെയ്നർ ഹണ്ടിങ്ങിന് വേണ്ടി നടക്കില്ലായിരുന്നു. പല യാർഡുകൾ, അങ്ങനെ പല യാർഡുകളിൽ പോയിട്ടുണ്ട് ഇവിടെ കൊച്ചിയിലുള്ള. അവിടെ പോവും, ഫിഗർ ഔട്ട് ചെയ്യുക, ഓണ്ടർപ്രീനർഷിപ്പ് അല്ലേ, ഫിഗർ ഔട്ട് ചെയ്യുക, ആളെ പോയി മീറ്റ് ചെയ്യുക, ഏതാണ് എല്ലാം സെയിലിനുള്ളതായിരിക്കില്ല, പലരും പല രാജ്യത്തെ കണ്ടെയ്നേഴ്സ് ആയിരിക്കും. പിന്നെ അപ്പം ഒരു ഫണ്ണുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഫാം എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം കറങ്ങിയ സാധനമാണ് ശരിക്കും ഫാമായിട്ട് വന്ന് കിടക്കുന്നത്. സ്റ്റിക്കേഴ്സ് ഫ്രം ഓസ്ട്രേലിയ, പല സ്ഥലത്തുള്ള സ്റ്റിക്കേഴ്സും എല്ലാം കണ്ടെയ്നേഴ്സിലുണ്ടാവും. അങ്ങനെ കണ്ടെയ്നർ വാങ്ങിച്ചു, പിന്നെ ഫിഗർ ഔട്ട് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ കണ്ടെയ്നർ എവിടെ നിന്ന് മേടിച്ചേ? കൊച്ചി തന്നെ. കൊച്ചി തന്നെ മേടിച്ചു. ഓക്കെ, കൊച്ചി തന്നെ. ഓക്കെ, കണ്ടെയ്നർ മേടിച്ചു. എന്നിട്ട് ദെൻ വാട്ട്സ് നെക്സ്റ്റ്? എന്നിട്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ഡെമോ ഗ്രോ റൂം ഉണ്ട്. അതൊരു 2 years ആയിട്ട് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ 1.5 years ആയിട്ട്. അപ്പോൾ ആ ടെക്നോളജി എനിക്കിതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. എസെൻഷ്യലി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇൻസുലേഷൻ്റെ കാര്യങ്ങൾ ചിന്തിക്കേണ്ട വരും. റാക്കിങ്, മഷ്റൂമിന് വേണ്ടത് ടെമ്പറേച്ചർ, കറക്റ്റ് ടെമ്പറേച്ചർ, കറക്റ്റ് ഹ്യൂമിഡിറ്റി, കറക്റ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ലെവൽ. ഇത് IoT ബേസ്ഡ് സിസ്റ്റം. ബോർഡ് അർഡിനോ ആണോ അല്ലെങ്കിൽ അത് ഞങ്ങൾ നയം എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് പാർട്ണർ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് അഡ്രീനോ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ IoT ബേസ് സിസ്റ്റം ഞങ്ങൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, അപ്പം മെയിനായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാം. എസെൻഷ്യലി ഫോണിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഫോണിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും, ഫോണിൽ കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ അതിൽ ക്യാമറ വെച്ചു. ലൈക്ക് പുറത്തുനിന്ന് തന്നെ എല്ലാം ഇതിനുള്ളിൽ നടക്കുന്നത് കാണാൻ പറ്റുന്ന രീതിയിൽ. ശരിക്കും ഒരു പ്രൊഡക്റ്റ് ബിൽഡിങ് തന്നെ ആണല്ലോ. നമ്മളതിൽ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഔട്ട്പുട്ട് കിട്ടില്ല. ലൈക്ക് കമ്പ്യൂട്ടറിലായിരിക്കും നമുക്ക് പെട്ടെന്ന് ഇത് വർക്ക് ചെയ്യുമെന്ന് അറിയണമെങ്കിൽ യു ഹാവ് ടു വെയിറ്റ്. ആൻഡ് ചില സാധനങ്ങൾ വർക്ക് ചെയ്യുമെന്ന് അറിയാൻ നമ്മൾ തലയിലിട്ട് തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. ലൈക്ക് ഓക്കെ വിൽ ഇറ്റ് വർക്ക്ഔട്ട് എന്നുള്ളത് കുറേ നേരം ചിന്തിച്ചിരിക്കുമ്പോൾ നമുക്ക് ഓക്കെ എന്നാൽ ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു കൺക്ലൂഷൻ എന്നാൽ ചെയ്തു നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് കണ്ടെയ്നർ ഓർഡർ ഞങ്ങൾക്ക് കൊച്ചിയിൽ നിന്നാണ് വന്നത്. അപ്പം അതിലേക്ക് ആയിരുന്നു ഫുൾ ടൈം അത് വർക്കൗട്ട് ചെയ്യുക. ശരിക്കും സ്ട്രഗിൾ ചെയ്ത്, കാര്യം ഈ ഐഡിയ ടു പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ വിത്ത് ഡെഡ് ലൈൻ വരുമ്പോൾ ഒരു ഇന്നോവേഷനും ആണല്ലോ. അതെ അതെ, ഇത് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് അറിയും കൂടില്ല, ആരോട് ചോദിക്കാനും പറ്റില്ലല്ലോ. അതെ അതെ, ആരോട് ചോദിക്കാനാ ഇതെങ്ങനെ ചെയ്യുമെന്നുള്ളത്. അതെ, നമുക്ക് പല യൂണിവേഴ്സിറ്റി ആരും ചെയ്തു നോക്കിയിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം. നമ്മൾ തന്നെ ഇരുന്ന് ചിന്തിച്ച് നല്ലൊരു ടീം വന്നു ആ സമയത്ത്. അങ്ങനെ എല്ലാവരും കൂടി ഒരു നല്ലൊരു ഫൺ പ്രൊജക്റ്റായിട്ട് അന്ന് കംപ്ലീറ്റ് ചെയ്തു. കണ്ടെയ്നർ അത് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നല്ല രസമാണ്. അതിന്റെ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. വന്ന് ക്രെയിനൊക്കെ വന്നിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്തത്. കൊണ്ടുവരുമ്പോഴും ക്രെയിനിലാണ് കൊണ്ടുവന്ന് നമ്മൾ ഇറക്കി വെക്കും. വർക്ക് ചെയ്തിട്ട് പിന്നെ ക്രെയിനിൽ സാധനം എവിടെയാന്ന് വെച്ചാൽ അവിടെ ഡെലിവറി ചെയ്യും ആണ്. എൻ്റെ ഐഡിയ വാസ് ദാറ്റ് വി ബിൽഡ് എ ഫാം. ലോകത്ത് എവിടെയാണെങ്കിലും നമുക്ക് ആ ഫാം ഡിപ്ലോയ് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ്. എവിടെ കൊണ്ടുപോയിട്ടാലും ജസ്റ്റ് പ്ലഗ് ഇൻ ദി പവർ ആൻഡ് വാട്ടർ, റെഡി ടു ഗോ. So then it will produce the mushrooms on the go. പിന്നെ ഫാം റെഡിയായി. പിന്നെ യു ഹാവ് ടു പുട്ട് ദ ബാഗ്സ് ഇൻ. എവിടെയാണെങ്കിലും ഏത് ടെമ്പറേച്ചറും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളൊരു ഇത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഹൈ ടെമ്പറേച്ചറാണ്. കണ്ടെയ്നറിൻ്റെ അകത്താകുമ്പോൾ നമുക്ക് ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാം. എയർ കണ്ടീഷൻ ഉണ്ട്, AC ഉണ്ട്, AC ഉണ്ട്, ഹ്യൂമിഡിഫയർ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഓരോ മഷ്റൂമിനും ഓരോ ടെമ്പറേച്ചർ റേഞ്ച് ആയിരിക്കും. ഇപ്പോൾ ലയൺസ് മെയിൻ ആകുമ്പോൾ ഒരു 18 to 22 റേഞ്ച് ആയിരിക്കും ഗ്രോ ചെയ്യുന്നത്. കിങ് മോയ്സ്ചർ ഒക്കെ ആകുമ്പോൾ ഒരു 18 to 20, മോയ്സ്ചർ ആകുമ്പോൾ ഒരു 24+. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാം ആണ് ആ ചോദ്യം ഉണ്ടായിരുന്നല്ലോ എൻ്റെ അടുത്ത്. അതെ അതെ, ചോദിക്കുക. അതിന് മുമ്പായിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ സംശയം, ഇപ്പോൾ മഷ്റൂം ഉണ്ടാക്കി, ഓക്കെ ലെറ്റ്സ് സേ ആസ് എ ഫാമർ മഷ്റൂം ഉണ്ടാക്കി, അപ്പോൾ എപ്പോഴും സ്ട്രഗിൾ ടു സെൽ,
ഓക്കെ, ഹു വിൽ ബി ബൈയിങ് ഇറ്റ് ആൻഡ് ഹൗ ടു മേക്ക് റവന്യൂ ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് ഫോർ എ ഫാമർ? ഹൗ ഡു യു സീ ദാറ്റ് ഗോയിങ്? ഇപ്പോൾ ലെറ്റ്സ് ഇപ്പോൾ ഐ ബോട്ട് എ കണ്ടെയ്നർ ഫോർ എക്സാമ്പിൾ, ഹൗ ഡു ഐ മേക്ക് റവന്യൂ ഔട്ട് ഓഫ് ഇറ്റ്? ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് കണ്ടെയ്നർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ സജസ്റ്റ് ചെയ്യാറില്ല. ഓക്കെ, ഫസ്റ്റ് ഗ്രോത്ത് കിറ്റ്. ഫസ്റ്റ് ഗ്രോ കിറ്റും പിന്നെ ഞങ്ങളൊരു സ്റ്റാർട്ടർ കിറ്റും കോമ്പോവും കൊടുക്കുന്നുണ്ട് 25 ബാഗ്സ് ചെയ്യാനുള്ള. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലൊരു സ്പെയർ റൂം ഉണ്ടാവും. ഇതേപോലെ ബാഗ്സ് പ്രിപ്പയർ ചെയ്യുക, വെക്കുക, മഷ്റൂം ഗ്രോ ചെയ്യുക, മഷ്റൂം ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ആ മഷ്റൂമിന്റെ സൈക്കിളും മനസ്സിലാവും, മഷ്റൂമും കിട്ടും, നമുക്ക് കുക്ക് ചെയ്യാനുള്ളതും കിട്ടും. എക്സസ് വരുന്ന മഷ്റൂം നമ്മൾ സെല് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മുടെ ഏരിയയിൽ സെല് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മേ ബി നമ്മുടെ കമ്മ്യൂണിറ്റി ആയിരിക്കും അവിടെ കൊടുക്കാം. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ തൃശ്ശൂരുള്ള ഫാമിൽ നിന്ന് ഞങ്ങളുടെ ഏരിയയിൽ വില്ലേജാണ്, അവിടെ ഡോർ ഡെലിവറി ഉണ്ട്. ഓക്കെ, ഇപ്പം ലോക്കൽ എക്കോണമി തന്നെ നമുക്ക് അത് സെല് ചെയ്യാൻ പറ്റിയൊരു സ്കോപ്പ് ഉണ്ട്. എക്സ്ട്രാ വരുമ്പോൾ മറ്റ് ഷോപ്പുകളിലേക്ക് നമുക്ക് കൊടുക്കാം. ഫാമേഴ്സ് ചെയ്യുന്ന അതാണ്. മനസ്സിലായി. ഓൾമോസ്റ്റ് ഒരു 5,000+ ഫാമേഴ്സ് നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓ, കേരളത്തിലും. ഇപ്പം ഞാൻ കുറച്ച് സ്റ്റാറ്റ്സ് നോക്കിയിരുന്നു. അതെ അതെ. അപ്പോൾ ഞങ്ങൾ ത്രിപുര ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഷിപ്പ് ചെയ്തിട്ടുണ്ട്. എവിടെ? ത്രിപുര ഒഴിച്ച് എല്ലാ സ്റ്റേറ്റിലും ഷിപ്പ് ചെയ്തിട്ടുണ്ട്. ത്രിപുരയിൽ നിന്ന് ആരെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ ഫുൾ ഓൾ കേരള അല്ല ഓൾ ഇന്ത്യ ഷിപ്പ് ചെയ്ത ഒരു ഇതാവും. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഞങ്ങൾ കേരളത്തിൽ തന്നെയാണ്, ഫാമേഴ്സാണ് മെയിൻ കസ്റ്റമേഴ്സ് വരുന്നത്. പിന്നെ ഗ്രോ കിറ്റ്സും സപ്ലിമെന്റ്സ് ഒക്കെ ഓൾ ഇന്ത്യ ആണ് സെയിൽ വരുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ആക്ച്വലി യു ആർ മേക്കിംഗ് അതർ പീപ്പിൾ ആൻ ഓൺടർപ്രണർ എന്ന് തോന്നിയിട്ടുണ്ട്. ഐ മീൻ എസെൻഷ്യലി യു ആർ ഹെൽപ്പിംഗ് ദം ഹാവിംഗ് എ മഷ്റൂം ഫാം വിച്ച് ദേ ക്യാൻ യൂസ് ഇറ്റ് ഫോർ their own use or their own even sell it to next person. ആ ഒരു എംപവറിങ് സംഭവം നടക്കുന്നുണ്ട് എൻ്റെ ഒപ്പീനിയൻ അല്ലേ? വാട്ട് ഡു യു തിങ്ക് ഇസ് ഗോയിങ് ഓൺ? അങ്ങനെ പ്ലാൻ ചെയ്തത് അല്ലെങ്കിൽ ഇങ്ങനെ എത്തിപ്പറ്റണോ? കുറേയൊക്കെ ഹാപ്പനിങ് ആയി വന്നതാണ്. പറഞ്ഞില്ലേ, ഇപ്പോൾ പെല്ലറ്റ്സ് ഉണ്ടാക്കി, അപ്പൊ അന്ന് രാഹുൽ വന്ന് വീഡിയോ ചെയ്തു, അതിന് 1 lakh വ്യൂ കിട്ടി. ഇതുപോലെ കുറെ പേർക്ക് അപ്പൊ മനസ്സിലായി ഇതിനൊരു സംഭവം ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്, ആളുകൾക്ക് വേണം. അപ്പൊ അതിൽ നിന്ന് ആളുകളിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടി തുടങ്ങി. ഇറ്റ്സ് ഈസി ടു ഡു, അവർക്ക് നല്ല മഷ്റൂമും, പിന്നെ മുമ്പ് ആൾക്കാർ ചെയ്തിരുന്ന കെമിക്കൽ മെത്തേഡ്സിൽ നിന്നാണ്. നമ്മൾ വന്നപ്പോൾ ഫുൾ ഓർഗാനിക് ആയി മഷ്റൂം കൾട്ടിവേഷൻ. അപ്പൊ അതിന് വലിയൊരു ഹ്യൂജ് ഇമ്പാക്റ്റ് ആണ് ഈ ഒരു സ്പേസിൽ. പിന്നെ മഷ്റൂം കൾട്ടിവേഷൻ തന്നെ കൂടി ഇത് പ്രൊഡക്ഷൻ ഓഫ് മഷ്റൂംസ് കൂടിയിട്ടുണ്ടാവും, ഭയങ്കരമായിട്ട് കൂടി. ഇപ്പോൾ ക്യാൻ കേരള ബിക്കം എ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് മഷ്റൂം എന്നൊരു കേരള കറന്റ്ലി എങ്ങനെയാണ് അതിന്റെ സ്റ്റാൻഡ് ചെയ്യണത്? എന്താ അതിന്റെ ഒരു മാർക്കറ്റ് എങ്ങനെയാണ്? ഏറ്റവും വലിയ എക്സ്പോർട്ടർ ചൈനയാണ്. ഓ, ചൈനയുടെ അടുത്തൊക്കെ എത്തണമെങ്കിൽ കുറച്ച് പണിയാണ്. ലൈക്ക് ബട്ട് ഇറ്റ്സ് പോസിബിൾ, ഡൗൺ ദ ലൈൻ ഇറ്റ്സ് പോസിബിൾ. കേരളത്തിന് നമ്മുടെ ഈ ടെമ്പറേച്ചർ റേഞ്ചിൽ മിൽക്കി മോയ്സ്ചർ എന്നുള്ള 2 മഷ്റൂം 6 to 8 months സുഖമായിട്ട് ഗ്രോ ചെയ്യാം. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഇവിടെ തന്നെ ആളുകൾ സെല് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മാർക്കറ്റിംഗ് സൈഡ് ഒട്ടും അറിയാത്ത ആളുകളാണ് കുറെ സ്ട്രഗിൾ ചെയ്യുന്നത്. ബട്ട് എന്നാലും സ്ലോലി അവരത് പഠിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അതെ, എനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പൊ ആഡത്തിന്റെ കേസിലാണെങ്കിലും, ഇപ്പൊ ആഡം ഈ സാധനം എന്താ പറയുക സൈലന്റ് ആയിട്ട് ചെയ്ത് ഇപ്പൊ വീഡിയോസ് ഒന്നും പുട്ട് ഔട്ട് ചെയ്തില്ലെങ്കിൽ നോ വൺ വിൽ ബി നോയിങ് ഇറ്റ് അല്ലേ? ശരിയല്ലേ? അവിടെ ഒരു ആ ഒരു സ്റ്റെപ്പ് എന്തായിരുന്നു? ലെറ്റ്സ് സേ യു സ്റ്റാർട്ടഡ് എ ബ്രാൻഡ് ഫോർ ദിസ്, ആ ഒരു ജേർണി പറയാമോ? അതിനെ ഹെൽപ്പ് ചെയ്ത് ഇതിനെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ ഫ്രണ്ട് റിഷ്ദാൻ. അവനാണ് ലൈക്ക് ഇതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഫസ്റ്റ് ഗ്രോക്കിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് ആ വീഡിയോ ഇട്ട് അതിനും ഇത് നല്ല വ്യൂസ് വന്നു. അങ്ങനെയാണ് മഷ്റൂം ഗ്രോക്കിറ്റ് ഈ ബ്രാൻഡ് എന്നുള്ളൊരു സംഭവം. ബ്രാൻഡിനെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല, ബ്രാൻഡ് എന്താണെന്നും അറിയില്ല എന്ന്. ബട്ട് ഈ ഒരു സ്പേസിലേക്ക് ഞങ്ങളെ സ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് അതാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നോർമൽ കണ്ടന്റ്സ് ഇട്ട് തുടങ്ങി, ആളുകൾക്ക് ട്രസ്റ്റ് വന്നു തുടങ്ങി. അതാണ് ട്രസ്റ്റ് വരുന്ന നമ്മൊരു സാധനം ഒതന്റിക് ആയിട്ട് ചെയ്യാൻ അല്ലെ, ഫെലിക്സ് പറയാൻ കേട്ടോ, ഒതന്റിക് ആയിട്ട് നമ്മൾ ചെയ്യണം അല്ലെ, നമ്മളത് ഒതന്റിക് ആയിട്ട് ചെയ്യാൻ തുടങ്ങി നമ്മളെ കൊണ്ടും പറ്റുന്ന രീതിയിൽ. അപ്പം എനിക്ക് എൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ എനിക്ക് ഹെൽത്തിൽ ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിൽ ഫോക്കസ്ഡ് ആയതുകൊണ്ട് എനിക്കിതിൽ കെമിക്കലൊന്നും ആഡ് ചെയ്യണതിൽ താല്പര്യമില്ല. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജെന്യൂനായിട്ട് ചെയ്യണം. അപ്പം ആ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ തന്നെ നമ്മൾ പ്ലേസ് തുടങ്ങിയപ്പോൾ പീപ്പിൾ വാണ്ടഡ് ടു കം ഇൻ ആൻഡ് ബൈ ഇറ്റ്. അങ്ങനെ നമ്മൾ മഷ് പെല്ലറ്റ്സ് സെല് ചെയ്യാൻ തുടങ്ങി. മഷ് പെല്ലറ്റ്സ് ഓൾ ഇന്ത്യയിലെത്തി. വേറെ സെല്ലേഴ്സ് ഇല്ലേ? അപ്പോൾ ഈ പറഞ്ഞ കോമ്പറ്റീഷൻ ഒബ്വിയസ്ലി വരുമായിരിക്കുമല്ലോ. യെസ്, ഒബ്വിയസ്ലി വരും.
അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് വന്നു, ഉം. ദേ ആർ ഓൾസോ ദെയർ ഇൻ ദ മാർക്കറ്റ്. ബട്ട് നമ്മളൊരു ലൈക്ക് ഇനി ഫസ്റ്റ് മോർ അഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മളിലേക്ക് തിരിച്ചു വരുന്ന ആളുകളുണ്ട്. കാര്യം ഇതിൻ്റെ അകത്ത് ഈ പെല്ലറ്റ്സ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരും ആൾക്കാർക്ക്. അതിൻ്റെ അകത്ത് എന്താണെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. ഈ പറഞ്ഞ പശുവിൻ്റെ പെല്ലറ്റ് ആണോ പെല്ലറ്റ് ആണോ എന്ന് അറിയാൻ പറ്റില്ല. സോ നമ്മൾ ഈ ബ്രാൻഡ് ട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് വാങ്ങിക്കുന്നു. ആൻഡ് പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു ഫാർമേഴ്സിനെ. ഞങ്ങളതിന് വാട്സപ്പ് വഴി അവരെന്ത് ചോദ്യം ചോദിച്ചാലും ഞങ്ങളതിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ കോൾ ചെയ്താലും പിന്നെ അതിന് ടീമുണ്ട് ഞങ്ങൾക്ക്. സോ എത്ര ടീമിനെ പറ്റി പറഞ്ഞില്ല, എത്ര ബിഗ് ഓഫ് ടീമാണ് ഉണ്ടായിട്ടുണ്ടാവും? ഞങ്ങളിപ്പോൾ 8 പേര് 8 പേര് ഫുൾ ടൈം ആയിട്ട് ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാബിൽ ഉണ്ട് ഒരാളുണ്ട്, 1-2 പേരുണ്ട് ആക്ച്വലി. പിന്നെ ഫാം മാനേജ് ചെയ്യാൻ ആൾക്കാരുണ്ട്. പിന്നെ ഓർഡേഴ്സ് വരുമ്പോൾ പാക്ക് ചെയ്യുക. പിന്നെ ഇതേപോലെ കോൾസും വാട്സപ്പ് ഹാൻഡിൽ ചെയ്യാൻ. പിന്നെ ഫിനാൻസ് കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ, മാനേജിങ്. ഇങ്ങനെയാണ് ടീം സ്ട്രക്ചർ വരുന്നത്. ഇപ്പം മൾട്ടിപ്പിൾ എത്ര SKUs ഉണ്ട് ഇപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക്? നല്ലൊരു ചോദ്യമാണ്. ഈ പൗഡേഴ്സിൽ തന്നെ ലയൺസ് മെയിൻ പൗഡർ, റീഷി പൗഡർ, ടർക്കിറ്റൽ പൗഡർ ചെയ്യുന്നുണ്ട്. ടിങ്ചേഴ്സിൻ്റെ അകത്ത് കോഡിസെപ്സും വിത്ത് ഷീലാജിത് ടിങ്ചർ ചെയ്യുന്നുണ്ട്, ലയൺസ് മെയിൻ ടിങ്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രോ കിറ്റ് ചെയ്യുന്നുണ്ട്. പുട്ടുപൊടി പുതിയ പ്രൊഡക്റ്റാണ് ഞങ്ങളുടെ പുട്ടുപൊടി. അത് നല്ല അഭിപ്രായം പറയുന്നുണ്ട് എല്ലാവരും. കാര്യം എല്ലാവർക്കും ഈസിലി, എല്ലാവരും പുട്ടുണ്ടാക്കുന്നതാണല്ലോ, ഈസിലി പുട്ടുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും പാട്ടിട്ട് ഇറക്കും. മഷ്റൂം അപ്പോൾ ഉള്ള കുറെ ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ? എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് പുതിയ സംഭവം ചെയ്തുകൊണ്ടിരിക്കലാണ് എൻ്റെ ഒരു ഞാൻ ആ കിക്ക് കിട്ടുന്നത് അല്ലേ. പുതിയ ഇപ്പോൾ കണ്ടെയ്നർ ആണെങ്കിൽ 4th കണ്ടെയ്നർ ഞങ്ങൾ വർക്ക് ചെയ്യണേ. ഒരു കണ്ടെയ്നർ എത്ര ടൈം എടുക്കും? 3 months എടുക്കുന്നുണ്ട് ചെയ്യാനായിട്ട്. കാര്യം ഓരോ കണ്ടെയ്നർ ചെയ്യുമ്പോഴും ഞങ്ങൾ അതിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ചെയ്ത അതേ ഇൻസുലേഷനിൽ ഇപ്പൊ ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്ത റാക്കിംഗ് സിസ്റ്റം അല്ല, ഫ്ലോർ ടൈൽസ് ആണ് ചെയ്യുന്നത്. അന്നത്തെ AC എയർ കണ്ടീഷണർ അല്ല. അപ്പൊ ഇൻപുട്ട് എയർ ഫ്ലോ അതെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇൻപുട്ട് എയർ ഫിൽറ്റേർഡ് ആയിട്ടാണ് ഞങ്ങൾ. അപ്പൊ അതിന്റെ ഫ്ലോയും ഇതെല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട് ഓരോ പ്രാവശ്യം കഴിയുന്തോറും. അതൊരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ അതിലെനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഇതേപോലെ പുതിയ പ്രൊഡക്ട്സ് അതിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇതാണ് എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരുന്നാലാണ് എനിക്ക് കിട്ടുള്ളൂ. നമ്മൾ പുതിയ പ്രൊഡക്ട്സ് ചെയ്യും. അടുത്ത എന്തൊക്കെയാ പ്രൊഡക്ട്സ് ഇൻ ലൈൻ അല്ലെങ്കിൽ എന്തെങ്കിലും വൈൽഡ് ഐഡിയാസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഇതന്നെ പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ട്. പുട്ടുപൊടി പാക്കേജിംഗ് ഒക്കെ വേണമെങ്കിൽ ഇത്രയും ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ബൾക്കായിട്ട് വേണമെങ്കിൽ പുട്ടുപൊടി സപ്ലൈ ചെയ്യുന്ന ടീമുകൾക്ക് കൊടുക്കാൻ പറ്റുമോ? മേ ബി അവർക്ക് അവരുടെ അങ്ങനെ ഒരു സപ്ലയർ മാനുഫാക്ചറിങ് ആംഗിൾ ഇല്ലേ ഇതിന് മൊത്തത്തിലായിട്ട്? അല്ലെങ്കിൽ അതാണ് അതിൽ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണേ. പുട്ടുപൊടി എന്നുള്ള ഡൊമൈനെ പറ്റി തന്നെ എനിക്കൊന്നും അറിയില്ല. ലൈക്ക് നമ്മൾ അറിയണമല്ലോ, അതിലുള്ള നമുക്ക്. കാരണം കേരളത്തിൽ ഒരു ദിവസം എത്ര പുട്ടുപൊടി കൺസ്യൂം ചെയ്യുന്ന അതിലേക്ക് അതിനെ പറ്റി അറിയണം. ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക അടുത്തിന്. യെസ്. അപ്പൊ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇതായിരുന്നു. പുട്ടുപൊടി ഉണ്ടാക്കി നോക്കാം, മഷ്റൂം പുട്ടുപൊടി ആളുകളിലേക്ക് കൊടുക്കാം, അവർ കഴിക്കട്ടെ, കഴിച്ചിട്ട് എന്താ ഫീഡ്ബാക്ക് നോക്കാം. എത്ര ഇറങ്ങിയിട്ട് ലോഞ്ച് ചെയ്തിട്ട്? 1 month. അപ്പൊ ഞങ്ങളിപ്പോ പോപ്പ് സ്റ്റാൾസ് ഇടുന്നുണ്ട് പള്ളിയിലും കലൂരൊക്കെ. സ്റ്റാൾസ് ഇട്ടിട്ട് പെർമനന്റ് സ്റ്റോൾസ് അല്ലെങ്കിൽ അല്ല, പോപ്പ് ഒരു 1 or 2 hours ഞങ്ങൾ പോയി ഇരിക്കും. അപ്പൊ അങ്ങനെ 1-2 പേർക്ക് കൊടുത്ത് ഫീഡ്ബാക്ക് ഓൺലൈനിൽ പോണതിന് മുമ്പായിട്ട് ഓഫ്ലൈൻ ആയിട്ടുള്ള കുറച്ച് പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിയും ടീം മെമ്പേഴ്സിനും ഒക്കെ ട്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാമ്പിൾസ് കൊടുത്ത് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുമല്ലോ, എന്താണ് പ്രൊഡക്റ്റ്. എല്ലാവരും പുട്ടുപറ്റി എല്ലാവരുടെ അടുത്തും ഉണ്ട്, ഫീഡ്ബാക്ക് കിട്ടും. അങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഒരു സംഭവമാണ്. പിന്നെ ഡൗൺ ദ ലൈൻ എനിക്ക് ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സിലോസൈബിൻ അസിസ്റ്റഡ് തെറാപ്പി സെന്റർ ഒക്കെ തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. സിലോസൈബിൻ അസിസ്റ്റഡ് തെറാപ്പി സംഭവം ഇതെന്റെ അടുത്ത് നേരെ ചോദിച്ചില്ല, മഷ്റൂമിന്റെ കാര്യം, മാജിക് മഷ്റൂമിന്റെ കാര്യം ചോദിച്ചു. അതെ, മാജിക് മഷ്റൂം നമ്മൾ ആ കീവേഡ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ മാജിക് മഷ്റൂം. അപ്പോൾ അതിന്റെ തെറാപ്പി സെന്റേഴ്സ് ഇപ്പോൾ ഉള്ളത് ഒറഗണിലൊക്കെയാണ് ഉള്ളത്, US-ലാണ് ഉള്ളത്. പിന്നെ ഉള്ളത് ലണ്ടനിൽ ഇംപീരിയൽ കോളേജ് ലണ്ടൻ, അവരൊക്കെയാണ് റിസർച്ച് ചെയ്യുന്നതിൻ്റെ അകത്ത്. കേരളത്തിൽ അതില്ല, ഇന്ത്യയിലില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു റിസർച്ച് സെന്റർ അല്ലെങ്കിൽ ഒരു തെറാപ്പി സെന്റർ, അത് കുറെ
ഇപ്പോൾ കുറേ സ്റ്റഡീസ് ഉണ്ട് ലൈക്ക് മെൻ്റൽ ഹെൽത്ത് വെൽനെസ്സിന് അത് അതെ, ഹെൽപ്ഫുൾ ആണെന്നുള്ളത് എലൻ മസ്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ അടുത്തില്ല എന്നാ ബുക്ക് അന്ന് നമ്മൾ മീറ്റ് ചെയ്ത് അന്ന് ഓട്ടോഗ്രാഫി ഓഫ് ലെനന്റെ ബുക്ക് റിലീസ് ചെയ്ത സമയത്ത് യെസ് DLF DLF വെച്ച് മീറ്റ് ചെയ്തായിരുന്നു. യെസ് അന്നാണ് DLF ആദ്യമായിട്ട് ഞാൻ വരുന്നത്. അതെ, യെസ് യെസ്, അതെ കറക്റ്റ്. യെസ് എല്ലാം കണക്ട് ചെയ്ത് ഓവർലാപ്പ് ഉണ്ട് നമ്മുടെ ജേർണിയിൽ, അതാ ഞാൻ പറഞ്ഞത്. അതെ 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 ഇൻട്രസ്റ്റിംഗ്. ഇപ്പൊ ലാസ്റ്റ് നമ്മളൊരു 40 മിനിറ്റ് നമ്മൾ ബ്രോഡായിട്ട് ഡിസ്കസ് ചെയ്തു ആഡമിന്റെ ജേർണിയും സ്റ്റാർട്ടപ്പ് ആണെങ്കിലും പിന്നെ മെഷും ഈ ടോപ്പിക്കിനെ പറ്റി എനിക്ക് പരിചയപ്പെടുത്തി തന്നു, പ്രൊഡക്ട്സിനെ പറ്റി പരിചയപ്പെടുത്തി തന്നായിരുന്നു. അപ്പോൾ ഇനി എനിക്ക് ഒരു നെക്സ്റ്റ് 5 ഇയർ 10 ഇയർ പ്ലാൻ എന്താണ്? ഈ പറഞ്ഞ പോലെ ഒരു R&D സെന്റർ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മഷ്റൂം കൾട്ടിവേഷൻ കേരള എങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും? എന്താണ് ഒരു മൊത്തത്തിലായിട്ടുള്ളൊരു മൊത്തത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന കുറേ ആളുകൾ അഗ്രിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അത് വ്യാപകമായിട്ട് ചെയ്യണം. അതിന് ഞങ്ങൾ ഫംഗേ എന്ന് പറഞ്ഞ ടൂളൊക്കെ ഉണ്ടാക്കിയത് AI യൂസ് ചെയ്തിട്ട്. അങ്ങനെയാണ് AI നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിയാണ് നമ്മളത് ചെയ്യണതിൽ. അത് യൂസ് ചെയ്ത് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ AI ടൂൾ വെച്ചിട്ട് റിപ്ലൈ കൊടുക്കാം. നമ്മുടെ റിസോഴ്സസ് ഒക്കെ അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റിസർച്ചും നമ്മുടെ ബുക്സും വെബ്സൈറ്റിലുണ്ട്. അതൊരു കസ്റ്റം GPT ആണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മഷ്റൂമിനെ പറ്റി കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ സപ്ലിമെന്റ്സിന് എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി എൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും, കൂടുതൽ ആളുകളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും എന്നുള്ളൊരു ഹെൽത്തി കേരള. അതാണ്. ഞാൻ ഈ ഫാമിൽ വർക്ക് ചെയ്യുന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടായിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഫാർമയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ. അതിന്റെ ഓപ്പോസിറ്റ് സൈഡും കണ്ടിട്ടുണ്ട്. ഞാൻ ഡ്രഗ് ഡെവലപ്മെന്റിൽ പിന്നെ ക്ലിനിക്കൽ ട്രയൽസും എല്ലാം കണ്ടിട്ടുണ്ട്. അതെങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയാം, അതിന്റെ പ്രോട്ടോകോൾസ് എന്താണെന്ന് അറിയാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തിരുന്നത്. അവിടെ AI യൂസ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തിരുന്നത്. ആക്ച്വലി വാക്സിൻ ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കോവിഡ് വാക്സിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഫൈസർ ഒരു ഇത് ചെയ്തിരുന്നു, ഹാക്കത്തോൺ. അവർക്ക് ഇത് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൊറോണ ആണല്ലോ. അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് SDQ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്ത് കൊടുത്തു, സാമ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനാണ് ബാക്ക് എൻഡും സംഭവങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഭയങ്കര ഒരു പ്രൊജക്റ്റായിരുന്നു, പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു. നല്ല ടീമായതുകൊണ്ട് അത് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് ഈ ഫാർമ എന്ന് പറയുന്ന സെക്ടറിൽ എനിക്ക് 50-50 ആണ്. അതായത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് അർജന്റ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ ഉള്ളൊരു സംഭവം. ബട്ട് ക്രോണിക് ഇൽനെസ്സിന് എനിക്ക് അറിയില്ല അത് വർക്കൗട്ട് ആവും. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എസെൻഷ്യലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു. അതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അതൊരു എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉള്ളതാണ്. നമ്മൾ ഹെൽത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരിലേക്ക് ഇത് എത്തുക, ഞാനും എൻ്റെ ഫാമിലിയും ഹെൽത്തി ആവുക ഫസ്റ്റ്, എൻ്റെ നാട്ടുകാർ. അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. ലാബിനെ പറ്റി പറഞ്ഞിരുന്നു, അത് നമ്മൾ എപ്പോഴാണ് നമ്മൾ പോസ്റ്റ് ചെയ്തത്? ഏതാണ് ലാബ്? സൈക്കോസിലിപ്പിൻ ലാബ്. അതായത് ഇപ്പോൾ കുറേ റിസർച്ച് നടക്കുന്നുണ്ട് സിലോസൈബിൻ അസിസ്റ്റഡ് തെറാപ്പി എന്നുള്ള രീതിയിൽ. സിലോസൈബിൻ അസിസ്റ്റഡ് തെറാപ്പി കുറേ റിസർച്ച് നടക്കുന്നുണ്ട് ഓൾ ഓവർ ദ വേൾഡ്. ലണ്ടനിൽ നടക്കുന്നുണ്ട്, കാനഡയിൽ നടക്കുന്നുണ്ട്, US നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം നടക്കുന്നതിൻ്റെ ഇത് കാണിക്കുന്ന PTSDക്ക് ഭയങ്കര നല്ലതാണെന്ന് കാണിക്കുന്നുണ്ട്, ഡിപ്രഷൻ നല്ലതാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റഡി അവിടെ ഹെൽപ്ഫുൾ ആയതുകൊണ്ട് അവരത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല? ഡൗൺ ദ ലൈന് അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അപ്പോൾ ഹൈക്കോർട്ട് പറഞ്ഞത് ആക്ച്വലി മഷ്റൂം ആസ് എ സബ്സ്റ്റൻസ് ഇല്ലീഗൽ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് അതിലുള്ള ആക്റ്റീവ് കോമ്പൗണ്ട് ഇല്ലീഗലാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ഗ്രേ ഏരിയയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട് എനിക്ക്. ഡൗൺ ദ ലൈൻ ഒരു ക്ലാരിറ്റി വരെയാണ്, അല്ലെങ്കിൽ നല്ലതായിരിക്കുമല്ലോ. ആൻഡ് ഇഫ് ഇറ്റ്സ് ഹെൽപ്ഫുൾ ഫോർ സംവൺ, എന്നിട്ട് അവർക്ക് അത് കിട്ടുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതെ, കാര്യം ഹെൽപ്ഫുൾ അത് വേണ്ട ആളുകളിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു സംഭവമായിരിക്കും അല്ലേ. അതെ, നമ്മുടെ നേച്ചറിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അപ്പം അത് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതിനകത്ത് എന്താണ് നമുക്ക് ചെയ്യാനുള്ള ഒന്നും അറിയില്ല. ബട്ട് ഐ തിങ്ക് ഡൗൺ ദ ലൈൻ ഇറ്റ് വിൽ ഹാപ്പൻ. എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൽ വേറൊരു നമ്മൾ ടച്ചപ്പ് ചെയ്യുന്ന ഒരു വേറെ ഏരിയ ആയിരുന്നു കോൺഷ്യസ്നെസ്. അതായത് കോൺഷ്യസ്നെസ് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു
ഏരിയ ആണ്, ഇതെന്താണ് ഇതൊക്കെ എന്നുള്ള ഒരു സംഭവം എപ്പോഴും വരാറുണ്ട് അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ അല്ലേ? നമ്മളിവിടെ ഉണ്ട്, ഇതൊരു മെട്രിക്സ് ആണോ അല്ലേ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? മെട്രിക്സ് എസ്കേപ്പ് ചെയ്ത് തോന്നിയിട്ടുണ്ടോ? മെട്രിക്സ് എസ്കേപ്പ് ചെയ്ത് തോന്നുന്നുണ്ട്. യെസ്, ഐ ഹാവ് എസ്കേപ്ഡ് മെട്രിക്സ്. ഒരു ഫ്രീ ആയിട്ട് തോന്നിയിട്ടില്ലേ? ഞാനും ഇടയ്ക്ക് തോന്നാറുണ്ട് ഫ്രീ ആയി എന്നുള്ള ഒരു ഇത്. ബട്ട് സ്റ്റിൽ ആ ഒരു സംഭവം നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ള ഒരു ചിന്ത വരാറുണ്ട്. പിന്നെ മൊത്തത്തിൽ ഇത് എന്താന്ന് ചിന്തിക്കാറുണ്ട്, ഇത് മാത്രമാണോ ഓർ ഈസ് ദർ സംതിങ് മോർ ടു ദിസ് എന്നുള്ളതൊക്കെ അതിനെപ്പറ്റി ചിന്തിച്ച് ഞാൻ ഈവൻ ട്രാവലിങ്ങിലും ഒക്കെ അത് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ആളുകളെ മീറ്റ് ചെയ്യാറുണ്ട്. ഹയർ കോൺഷ്യസ്നെസ്സിലുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ആളുകളെ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇതെൻ്റെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ഈ കോൺഷ്യസ്നെസ് എന്നുള്ള സംഭവം. അതെന്താണെന്ന് ചിന്തിക്കാനും പിന്നെ ഐ തിങ്ക് മെഡിറ്റേഷൻ അത് എക്സ്പ്ലോറേഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒരു സൈക്കിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഇത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഐഡിയാസ് വരുന്നതും ഐഡിയാസ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോബ് എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അത് ശരിയാണ്. ഇതൊക്കെയാണ് എനിക്ക് തോന്നാറ്. അൾട്ടിമേറ്റ്ലി എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്രീഡം ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ടിരിക്കുക, എൻ്റെ ഐഡിയാസിൽ വർക്ക് ചെയ്യുക, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. സോ ട്രാവൽ ചെയ്യുക, അതാണ് ബേസിക്കലി എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ബൂട്ട് സ്ട്രാപ്ഡ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഫുള്ളി. ബൂട്ട് സ്ട്രാപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. വി ആർ ഫ്രീ. എൻ്റെ അജണ്ട ഇസ് ടു ബി ഫ്രീ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫണ്ട് റേസിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് വി ഹാവ് വൺ ഗ്രാൻസ്. ഇപ്പോൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ റാബി ഇൻക്യുബേഷൻ സെൻറ്റർ ഉണ്ട്. അവിടെ നമ്മൾ ഇൻക്യുബേറ്റഡ് സ്റ്റാർട്ടപ്പാണ്. സോ ഞങ്ങൾക്ക് അവിടെ നിന്ന് 20 lakhിൻ്റെ ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ട് ഫോർ ബിൽഡിംഗ് മഷ് പെല്ലറ്റ്സ്. മഷ് പെല്ലറ്റ്സ് ആളുകളിലേക്ക് എത്തി തുടങ്ങിയപ്പോൾ അതിൻ്റെ പ്രൊഡക്ടൈസേഷന് വേണ്ടി കിട്ടിയത് 12 lakhs ആണോ പ്രൊഡക്റ്റ് വേസ്റ്റ്? പ്രൊഡക്ടൈസേഷൻ 7 lakhs. 7 lakhs. 3.5 ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു അതിനകത്ത്. അത് യൂസ്ഫുൾ ആണ്. ആ ഒരു 23 lakhs ഗ്രാൻഡ്, അതായത് പേ ചെയ്യേണ്ട ആവശ്യമില്ല, തിരിച്ച് ഗ്രാൻഡ് ആയിട്ട് കിട്ടും. വി ക്യാൻ യൂസ് ദാറ്റ് ഫോർ ഇന്നോവേഷൻ. കാര്യം ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് ക്യാപിറ്റൽ. നമ്മൾ റിസർച്ച് ചെയ്ത് R&D ചെയ്ത ആ എമൗണ്ട് അവിടെ പോയിന്ന് പോലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോ where did that go എന്നുള്ള ടൈം, വി ആർ സ്പെൻഡിങ് എനർജി ടു ബിൽഡ് സംതിങ്, റൈറ്റ്? അതിന് നമ്മുടെ ഗവൺമെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അത് നമ്മൾ യൂസ് ചെയ്യുക, എന്നിട്ട് വി ഗിവ് ഇറ്റ് ബാക്ക്. അതിന്റെ പ്രോസസ് എങ്ങനെയായിരുന്നു? ഹൗ വാസ് ഇറ്റ് ഈസി ടു ഗെറ്റ് ദ ഗ്രാൻഡ്സ്? നോ, ആക്ച്വലി 5 round ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ. To get the grant in hand, there's a 2-month training, online training. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. They'll teach you what is FSSA, എങ്ങനെ ഒരു ടീം ബിൽഡ് ചെയ്യണം, ബേസിക്സ് ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ അവർ തരും. ബട്ട് സ്റ്റിൽ അതൊന്നും പ്രാക്ടിക്കൽ നോളജ് അല്ല. യു ലേൺ എ ലോട്ട്. അതിന് ഭയങ്കര ഹെൽപ്ഫുൾ. അവിടെ സുധീർ സാറുണ്ട്. സോ എനിവൺ വാണ്ട്സ് ടു ബിൽഡ് എനിത്തിങ് റിലേറ്റഡ് ടു ഫുഡ് can go there. റാബി എന്ന് പറഞ്ഞൊരു സെന്റർ ഉണ്ട്. റാബി റഫ്താർ അഗ്രി ഇൻക്യുബേഷൻ സെന്റർ ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസസും അവിടെ ഉണ്ട്. ഇപ്പോൾ ഡ്രയർ ആണെങ്കിലും ലൈക്ക് പൾവറൈസർ, ബിസ്ക്കറ്റ് മേക്കിംഗ്, എന്ത് സാധനം, എന്ത് മെഷീനും അവിടെ ഉണ്ട്. നമ്മളവിടെ ചെന്നിട്ട് നമ്മുടെ ഐഡിയാസ് പറഞ്ഞാൽ ഇതിൽ ഹെൽപ്പ് ചെയ്യും. ചെലവൊന്നുമില്ല. ഐ മീൻ ഇഫ് യു ഗെറ്റ് ഇൻക്യുബേറ്റഡ് ഇറ്റ് ഈസ് ഈസി. അവിടെ ഇൻക്യുബേറ്റഡ് ആണെങ്കിൽ പ്രോസസ് ഉണ്ട്, കുറേ പേര് അപ്ലൈ ചെയ്യും. അതിനകത്ത് 20 ആൾക്കാർ എന്തായാലും ഒരു ഇതേ ഉള്ളൂ. And then there is a 40 ആൾക്കാർ സെലക്ട് ചെയ്യും. And then there is a this പാനലാണ് IIT എന്നുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അവര് ഡിസൈഡ് ചെയ്യും is it fundable, why should 20 lakh how fast it took it to അക്കൗണ്ടിലെത്താൻ ടൈം എടുത്തോ? 2+ years എടുത്തിട്ടുണ്ടാവും. 2 years എടുത്തു. അത് നമുക്ക് ഈ ഗ്രാൻഡ് നോക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ ഗ്രാൻഡ് കിട്ടിയിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാം. അങ്ങനെ കുറെ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷെ അതൊന്നും അല്ലല്ലോ, പോസിബിൾ അല്ല. ഇത് ബിൽഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും വരും വിച്ച് വിൽ ബി ഹെൽപ്ഫുൾ. പക്ഷെ നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും 20 lakh മേ ബി ഫസ്റ്റ് ഡേ ആയിരിക്കും കിട്ടുന്നത്, 2 years ആയിരിക്കും. പക്ഷെ അതിന്റെ ട്രാൻജസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഫസ്റ്റ് ട്രാൻജ് 8 lakh ആണ്. അപ്പോൾ അത് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലായിരിക്കും സ്ട്രഗ്ലിങ് വരുന്നത്. നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതാണ്. സോ ഓൾ ഓഫ് ദീസ് തിങ്സ് വിൽ ഹെൽപ്പ് യു.
ബട്ട് നമ്മൾ എന്തായാലും പോയിക്കൊണ്ടിരിക്കണം. അതിന്റെ കൂടെ വന്ന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു മാത്രം. നെക്സ്റ്റ് നമ്മുടെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. KPH ഗ്രൂപ്പിൽ ഞാൻ ഇട്ടായിരുന്നു ആഡമായിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 2-3 ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. പിന്നെ ബിഫോർ ദാറ്റ് ഓക്കെ ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഹൗ ഡസ് പ്രൈസിങ് കമ്പയർ പെർ kg ഓഫ് മഷ്റൂംസ് ഇൻ ട്രഡീഷണൽ വേഴ്സസ് കണ്ടെയ്നർ മെത്തേഡ്? കണ്ടെയ്നർ മെത്തേഡിലെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെറൈറ്റി ഓഫ് മഷ്റൂംസ്, ഗോർമേ മഷ്റൂംസ് ഗ്രോ ചെയ്യാന്നുള്ളതാണ്. ലയൺസ് മീൻ ഒന്നും നോർമൽ മെത്തേഡിൽ ഗ്രോ ചെയ്യാൻ പറ്റില്ല. ലയൺസ് മീനൊക്കെ പെർ kg 1500 to 2000 റുപ്പീസ് വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ കണ്ടെയ്നറിൽ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ, ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യാൻ പറ്റില്ല ഇൻ കേരള ക്ലൈമറ്റ്. യു ആർ ഇൻ ഹിമാചൽ യു ക്യാൻ ഡു ഓൾ ദാറ്റ്. അല്ലെങ്കിൽ നോർത്തിലൊക്കെയാണ് നല്ല തണുപ്പുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ട്രഡീഷണൽ അല്ലാത്ത മഷ്റൂംസ് ഗ്രോ ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് കണ്ടെയ്നറിൽ. മനസ്സിലായി. ട്രഡീഷണൽ അല്ലാത്ത മഷ്റൂംസ് ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെയിൻ തിങ്. മറ്റേതെല്ലാം സീസണൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പുറത്തെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആയിരിക്കും. ഇത് ഇപ്പോൾ ഇവിടെ കുങ്കുമപ്പൂ ഒക്കെ വളർത്തുന്നുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഈ മഷ്റൂം ഗ്രോ ചെയ്യുന്നത്. അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമുക്ക് ലെറ്റ്സ് സേ വി നോ സംതിങ് ഇൻ ദ മാർക്കറ്റ് ദർ ഇസ് എ ഡിമാൻഡ് ഫോർ എക്സ് മഷ്റൂം എന്ന് വിചാരിക്കാം. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വുഡ് ബി ഏബിൾ ടു സപ്ലൈ ആസ് എ പ്രൊഡക്ട്സ് ആസ് എ ബൾക്ക്, അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടോ? I mean, are we doing that? I mean, exporting? അതായത് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടോയെന്ന് വെച്ചാൽ ദർ ഇസ് ഡിമാൻഡ്, പക്ഷെ നമ്മൾ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം കൂടി ഉണ്ട്. ബിക്കോസ് കംസ് ടു എഡ്യൂക്കേഷൻ. നമ്മുടെ നാട്ടിൽ മഷ്റൂമിനെ പറ്റി കൂടുതൽ അവയർനെസ് ഇല്ല. നമ്മൾ കാണുന്നത് എന്താ, സ്റ്റേക്ക് കഴിക്കുമ്പോൾ മഷ്റൂം സോസ് ഉണ്ട്, പിന്നെ അവിടെ കുറച്ച് പിന്നെ വീട്ടിൽ മഷ്റൂം കറി ഉണ്ടാവും. രണ്ടുമാണ് ഏരിയാസ്, പക്ഷെ അതിലൊന്നും ഇങ്ങനെ ഡീപ്പായി ചിന്തിക്കുന്നില്ല. ജസ്റ്റ് ആഡിങ് ഇറ്റ് ഫോർ ദ തിങ്. ബട്ട് നൗ ഐ വിൽ ബി മോർ കോൺഷ്യസ്. അതെ, അതാണ് ഈ അവയർനെസ് സ്പ്രെഡ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് അവെയർ ആയിരിക്കും, ദേ ക്യാൻ ആഡ് ഇറ്റ് ടു ദെയർ ഡയറ്റ്. അത് കൺസ്യൂം ചെയ്താൽ ഇഫ് ദേ ആർ ഗെറ്റിംഗ് ദ ബെനിഫിറ്റ്സ് ഇറ്റ് വിൽ ഹെൽപ്പ് ദം. പക്ഷേ എപ്പോഴും മഷ്റൂം എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ചില മഷ്റൂം ബാഡ് ഫോർ ദ ഗട്ട് ഹെൽത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറീസ് മഷ്റൂം ഉണ്ടോ? ശരി, 1 to 2% മഷ്റൂം പോയ്സൺസ് ആണ്. ഓക്കെ. അതിപ്പോൾ നമുക്കറിയാതെ നമ്മൾ കഴിച്ചാൽ നമ്മൾ മരിച്ചു പോകും. അതിപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വിദേശി വന്നിട്ടൊരു മരത്തിൽ മാങ്ങ പോലത്തെ ഒരു സംഭവമാണ്, പക്ഷെ അതൊരു വിഷക്കായാണ്. അയാൾക്കറിയില്ല അത് മാങ്ങയാണോ വിഷക്കായാണോ. പുള്ളി അത് പറിക്കാൻ പോകുന്നു. ഇവർ പറയുന്നത് കഴിക്കരുത്, കാര്യം അത് വിഷക്കായാണ്, നമ്മൾ കഴിച്ചാൽ നമ്മൾ മരിച്ചു പോകും. പക്ഷെ അയാൾക്ക് അവയർനെസ് ഇല്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് മാങ്ങ, കറക്റ്റ് മാങ്ങ ഏതാണ് ഇപ്പോൾ പൊട്ടിക്കേണ്ടതെന്ന് നമുക്കറിയാലോ. അത് ആ അവയർനെസ് നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അതേപോലെ തന്നെ മഷ്റൂമിലും ആ അവയർനെസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പോയി പണ്ട് ഉള്ള ആളുകൾക്ക് അറിയാം ഏത് മഷ്റൂമാണ് പറിക്കേണ്ടത്. പറമ്പിലുണ്ടാവുന്ന കറക്റ്റ് മഷ്റൂം അവർ പറിക്കും, കുക്ക് ചെയ്തും അവർ കഴിക്കും. പക്ഷെ അല്ലാത്തതാണെങ്കിൽ അവർ കഴിക്കില്ല. അപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ലൈക്ക് മഷ്റൂംസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനകത്ത് പ്രൊഫസേഴ്സ് ഉണ്ട്, കുറേ ആളുകളുണ്ട്. ഈവൻ ഡോക്ടർ ജിനു, വെരി ഫ്രണ്ട് ഓഫ് മൈൻ, ആള് ഇതാണ് ഡോക്ടറാണ്. സോ ഹി നോസ് ഏതൊക്കെ മഷ്റൂം നല്ലതാണ്. അതിന് ഒരു പേരുണ്ട്, ടാക്സോണമിസ്റ്റ്. യെസ്, സോ ദേ നോ ഹൗ ടു ഐഡൻറ്റിഫൈ ഓൾസോ. എനിക്കും അറിയാം, ബട്ട് ഐ എം നോട്ട് എ പ്രൊഫഷണൽ ടാക്സോണമിസ്റ്റ്. സോ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായി. അപ്പോൾ ഫാർമേഴ്സിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാനും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ആ കമ്മ്യൂണിറ്റി തിങ് ആണ് മെയിൻ ആണ് തിങ്. കാരണം പീപ്പിൾ ലേൺ വിത്ത് ഈച്ച് അതർ മിസ്റ്റേക്സ് ആൻഡ് ലേൺ തിങ്സ് ടുഗദർ. അപ്പോൾ ആ സാധനം കമ്മ്യൂണിറ്റി എന്തായാലും ഒരു ഹൈ പവർ സാധനമായിരിക്കും. ഈവൻ ഐ തിങ്ക് ദ ഗോയിങ് ഡൗൺ ദ ലൈൻ കൂടുതൽ അവയർനെസ് കൂടുതൽ എത്തിക്കണമെങ്കിൽ കമ്മ്യൂണിറ്റി തന്നെ ആയിരിക്കും മേ ബി. അത് ശരിയാണ്. അതിൻ്റെ ഒരു അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് മൊത്തത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് പല പല ഗ്രൂപ്പ്സിലൊക്കെ ആയിട്ട് പല സംഭവങ്ങൾ ഹാപ്പനിങ് ആണ്. ഞങ്ങൾ അങ്ങനത്തെ ഈവെന്റ്സും ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മഷ്ലവ് എന്ന് പറഞ്ഞ ഈവെന്റ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മഷ്ലവ് അത് ഞങ്ങളിങ്ങനെ പോയി മഷ്റൂംസ് ഫോറേജ് ചെയ്തിട്ട് ഏത് മഷ്റൂം എന്ന് ഐഡന്റിഫൈ ചെയ്യും, എന്നിട്ട് കുക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ എങ്ങനെ ചെയ്തു ഫോറേജിങ്. നല്ലൊരു ഈവെന്റ് ആയിരുന്നു. ഞങ്ങൾ ഒരെണ്ണം മൂന്നാർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, കൊടൈക്കനാലിലും ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഈവെന്റ് ആയിരുന്നു. ഈവെന്റ്സ് നല്ല സംഭവം. മേ ബി മോർ ഈവെന്റ്സ് ഇൻ പ്രോബ്ലി ഇൻ കൊച്ചി ഓർ സംതിങ് യു ക്യാൻ പ്ലാൻ. റെയിനി സീസണിൽ നല്ല രസമാണ്. കാര്യം പല വെറൈറ്റീസ് ഓഫ് മഷ്റൂംസ് ഉണ്ടാവും. കുറേ വെറൈറ്റീസ് ആവും, നമുക്ക് തന്നെ അറിയില്ല ഇത് ഇത്രയൊക്കെ ഉണ്ടോ. എത്ര വെറൈറ്റീസ് ഉണ്ടാവും സോ ഫാർ?
ഞങ്ങളന്ന് അന്ന് തന്നെ ഒരു 50-60 വെറൈറ്റീസ് ഓ ജസ്റ്റ് നടന്നപ്പോൾ തന്നെ പലർക്കുമായിട്ട് ഫോറേജ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ അത് തന്നെ കളക്ട് ചെയ്യുമ്പോൾ തന്നെ അതെന്താണ്, പിന്നെ ഞങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കും. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യണമെന്ന് അറിയുന്ന ആളുകൾ നമുക്ക് പറഞ്ഞു തരും. ഓ അതൊരു ഫൺ ഒരു ആക്ടിവിറ്റി. ഫൺ സ്പോട്ട് ദ ബട്ടർഫ്ലൈ പോലത്തെ ആക്ടിവിറ്റി ആവില്ലേ? അപ്പോൾ അതിന് ഓരോ മെത്തേഡ്സ് ഉണ്ട്. ഗിൽസ് നോക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ടോപ്പ് 3 ഫോട്ടോ എങ്കിലും മിനിമം വേണമെന്ന് പറയാം. അപ്പോൾ ഗ്രൂപ്പ്സിലേക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ വേണ്ടിയിട്ടേ. അപ്പോൾ മഷ്റൂം ഹണ്ട് കൊള്ളാലോ. മഷ്റൂം ഹണ്ട് കൊള്ളാം. ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റി. ഈ അടുത്ത് ആരോ പോയിട്ട് ചിക്കൻ ഓഫ് ദ വുഡ് എന്ന് പറഞ്ഞ മഷ്റൂം ഉണ്ട്. ചിക്കൻ്റെ അതേ ടേസ്റ്റാ. ചിക്കൻ്റെ അതേ ടേസ്റ്റ്. ചിക്കൻ ഓഫ് ദ വുഡ് അത് ഇതുപോലെ ആരോ ഹണ്ടിങ്ങിന് പോയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് റെയർ ഫൈൻസ് ആണ്. അത് ഈസ്റ്ററിൽ ഉണ്ടാവുള്ളൂ ആ മഷ്റൂം. ഈസ്റ്റർ മഷ്റൂം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കൊടൈക്കനാലിൽ. അതിന് എല്ലാവരും കുക്ക് ചെയ്യുന്ന ഒരു മഷ്റൂമാണ്, ഓറഞ്ച് കളർ. അപ്പം അത് ഇതുപോലെ ആരോ ഹണ്ടിങ്ങിന് പോയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുക്കൊക്കെ ചെയ്ത് തന്നിരുന്നു. നല്ല ടേസ്റ്റാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണല്ലോ നിങ്ങൾക്ക് ഓർഡേഴ്സ് വരുന്നത്? അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? ഇനീഷ്യലി ഞാൻ ഈ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തപ്പോൾ നമ്മുടെ ജേണി കുറേ ഷെയർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ബയോളജി അറിയില്ല, ബട്ട് ലാബിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഇട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി ആളുകളിൽ. അപ്പോൾ അവർക്ക് നമുക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് തരാനുണ്ടാവും. അവർ നമ്മുടെ ജേണി കാണാൻ തുടങ്ങി. അപ്പോൾ ദേ നോ ദാറ്റ് വി ആർ ഡൂയിങ് സംതിങ് യുണീക്ക്. നമ്മൾ ഫ്രം സ്ക്രാച്ച് ചെയ്യുന്നതാണ്. ആൻഡ് ദേ വിൽ കം ആൻഡ് ബൈ തിങ്സ് ഫ്രം us. They will come and support us. അതാണ് സോഷ്യൽ മീഡിയ ഈസ് വെരി ഹെൽപ്ഫുൾ. ഷെയറിംഗ് ദ സ്റ്റോറി. നമ്മൾ കൺസ്യൂം ചെയ്യണതിൽ ഉപരി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് യൂസ്ഫുൾ തിങ്. പിന്നെ ഐ തിങ്ക് എവ്രി വൺ ഇസ് സീയിങ് ഡിഫറെൻറ്റ് തിങ്സ്. പണ്ടെന്ന് പറഞ്ഞാൽ ടി വിയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ സംഭവമാണ് കാണുന്നത്. ഇന്നിപ്പോൾ ഓരോരുത്തരുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ ദേ ആർ സീയിങ് ഡിഫറെൻറ്റ് തിങ്സ്. അവരെ ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അതിനുപരി നമ്മുടെ ഇൻട്രസ്റ്റ് അതിലേക്ക് ഇടണമെങ്കിൽ, നമ്മുടെ ഇൻട്രസ്റ്റ് അതിലേക്കും ഷെയർ ചെയ്യണമെങ്കിൽ മറ്റുള്ള ആളുകൾ കാണുമല്ലോ. അപ്പോൾ അതൊരു മേ ബി ഇറ്റ് കംസ് ഔട്ട് ആസ് എ സെയിൽ. നമുക്കൊരു ആരെങ്കിലും വന്ന് പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വരും. അത് നമുക്ക് പറയാൻ പറ്റില്ല ആരാ വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നതെന്ന്. യു ക്യാൻ ഓൾവേസ് പുട്ട് ഇറ്റ് ഔട്ട് ദെയർ. There's nothing. So put your first content out there. കേരള ഗവൺമെന്റ് മഷ്റൂം കൾട്ടിവേറ്റേഴ്സിന് കുറെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും അത്? ഇപ്പോൾ ഒരു മഷ്റൂം വില്ലേജ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. മഷ്റൂം വില്ലേജ് പ്രോജക്റ്റിൽ ഓരോ ബ്ലോക്കിലും ഒരു 100 ആളുകളെ സെലക്ട് ചെയ്ത് അവർക്ക് മഷ്റൂം ഗ്രോ ചെയ്യാനുള്ള കിറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്, അതിന് സബ്സിഡി കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു പ്രൊജക്റ്റ് വന്നതോടുകൂടി ഞാൻ കണ്ടത് ഓൾ ഓവർ കേരള ആളുകൾ മഷ്റൂം ഗ്രോയിങ് കൂട്ടി, കൺസംഷൻ കൂടി. അതായത് മഷ്റൂം ഗ്രോ ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുമല്ലോ. പിന്നെ അവയർനെസ് കൂടി. എല്ലാവർക്കും മഷ്റൂം എന്താണെന്നുള്ളൊരു അവയർനെസ്. മഷ്റൂമിൻ്റെ ഒരു സ്റ്റിഗ്മ ഉണ്ടായിരുന്നു, മൈക്കോഫോബിയാണ് ശരിക്കും. മഷ്റൂം കഴിച്ചാൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ഫിയർ, എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ആ ഒരു ഫിയർ സ്ലോലി മാറി തുടങ്ങി ആളുകളുടെ മനസ്സിൽ നിന്ന്. യൂഷ്വലി അങ്ങനെ ഇഷ്യൂസ് വരാറ് സാധനം അണ്ടർ കുക്ക് ചെയ്യുമ്പോഴാണ്. മഷ്റൂമിൻ്റെ സെൽ വാൾസ് ഇസ് മെയ്ഡ് ഓഫ് കൈറ്റിൻ, വിച്ച് ഈസ് ദ സെയിം തിങ് ദറ്റ് ഈസ് ഫോർ. ഇപ്പം തേങ്ങയുടെ ഇതും കൈറ്റിനാണ്. അപ്പോൾ അത് സെൽ വാൾ പ്രോപ്പർലി ബ്രേക്ക് ആയാലാണ് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നല്ലോണം കുക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല, വയറിൻ്റെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അവയർനെസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവും. ലൈക്ക് നമ്മൾ ഇൻ ദി സ്പേസ് നിൽക്കുമ്പോൾ കൂടുതൽ ആളുകൾ ഇതിനെപ്പറ്റി അവെയറായി, കൂടുതൽ ആളുകൾ ഇത് കൺസ്യൂം ചെയ്ത് തുടങ്ങി. ആ ഫിയറും മാറി കിട്ടിയിട്ടുണ്ട്. യെസ്. മഷ്റൂം കഴിക്കുമ്പോൾ യൂഷ്വലി ഫുഡ് പോയ്സണിങ് ഒക്കെ ഉണ്ടാവുന്ന കേട്ടിട്ടുണ്ട്, ചില ആൾക്കാർ മരിക്കുന്നു കേട്ടിട്ടൊക്കെ ഉണ്ട്. സോ അതൊക്കെ ശരിക്കും ഉള്ളത് തന്നെയാണോ? അതായത് മഷ്റൂം ഐഡൻറ്റിഫൈ ചെയ്യാതെ കഴിക്കുമ്പോഴാണ് പ്രശ്നം. ഇപ്പോൾ പണ്ട് കാലത്തുള്ള ആളുകൾക്ക് അറിയാം ഏത് മഷ്റൂം കഴിക്കണം ഏത് കഴിക്കണ്ട എന്നുള്ളത്. 1% ഓഫ് ദ മഷ്റൂം ഈസ് പോയ്സണസ് നമ്മുടെ ഇതിലുള്ളത്. പിന്നെ ഒരു 10% ആർ എഡിബിൾ, നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. ബാക്കി എഡിബിൾ അല്ലാത്ത കുറേ മഷ്റൂംസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ ചില മഷ്റൂംസ് നമ്മൾ കഴിച്ച് നമ്മുടെ ലിവർ അവരോട് അടിച്ചു പോകും. ഡെത്ത് ക്യാപ്പ് എന്നാണ് ഒരു മഷ്റൂമിൻ്റെ പേര് തന്നെ ഇതെല്ലാം അറിയാലോ. ബട്ട് ഇതൊന്നും കോമൺ ആയിട്ടുള്ളതല്ല. ബട്ട് ആളുകൾ അത് കാരണം മഷ്റൂം കഴിക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇപ്പോൾ സ്റ്റോറിൽ കിട്ടുന്ന മഷ്റൂംസ് ആർ സേഫ്. നമ്മൾ ഗ്രോ ചെയ്യുന്ന മഷ്റൂംസ് ഗ്രോ ചെയ്ത് വരുന്നതും ഔട്ട്പുട്ട് വുഡ് ബി ഹെൽത്തി. ഓയിസ്റ്ററാണ് ഗ്രോ ചെയ്യുന്നതെങ്കിൽ ഓയിസ്റ്റർ മഷ്റൂമാണ് നമുക്ക് ഗ്രോ ചെയ്യേ വരുള്ളൂ. വേറെ പോയ്സണസ് മഷ്റൂം വളർന്നു വരില്ല. പിന്നെ
ഇത് കഴിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ എന്ത് സാധനം പ്രശ്നം വരുമോ എന്ന് ചിന്തിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം വരുമെന്നാണ് എനിക്ക് തോന്നിയിരിക്കണേ. നൊസീബോ പ്ലസീബോ ഇറ്റ് വർക്ക്സ്, ഇറ്റ്സ് ദെയർ. അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഒക്കെ ഉണ്ട്, കണ്ടിട്ടുണ്ട്, പ്ലസീബോ എഫക്റ്റിൻ്റെ, നെറ്റ്ഫ്ലിക്സിൽ. സോ അപ്പം അങ്ങനെ വിചാരിച്ച് കഴിക്കാതെ നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മേ ബി ഇറ്റ് ഇംപ്രൂവ്സ് യുവർ ഹെൽത്ത്. മേക്സ് സെൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഒരു ഡേ ഇൻ എ ലൈഫ് എങ്ങനെയാണ് ഇടത്തിൻ്റെ കറൻ്റ്? ഇപ്പോൾ യു ആർ ഹാവിങ് ബേബി ആസ് വെൽ. എങ്ങനെയാണ് ആ ഒരു ഞാൻ കൂടുതൽ ഫ്രീ ആയിട്ടിരിക്കാനാണ് ശ്രദ്ധിക്കാറ്. എന്തായാലും എന്തെങ്കിലും വർക്കൗട്ട് ഡെയിലി, ഏതർ റണ്ണിങ് ഓർ ജിമ്മ്. ഇന്ന് ഓടിയിട്ട് വന്നേനോ? ഇന്ന് എന്തായാലും നമുക്ക് സംസാരിക്കാനുള്ളതാണ്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റിക്ക് നല്ലത് ഓടിയിട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നു. രാവിലെ ഞാൻ ഓടി, അത് ഞാൻ ഈവനിങ് ആണ് ഇപ്പോൾ ജിമ്മിൽ പോവാറ്. ഓക്കെ. ഡെയിലി ഓടും, ജിമ്മിൽ പോയി അങ്ങനെയാണോ? അല്ല, ഇടയ്ക്ക് ഓടും. എനിക്ക് ഫിക്സഡ് ഷെഡ്യൂൾ ആയിട്ടുള്ളൊരു വ്യക്തിയല്ല ഞാൻ. ഓക്കെ. എനിക്ക് അത് ക്രിയേറ്റിവിറ്റീനെ ഹിൻഡർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയേക്കണത്. അപ്പോൾ ഞാൻ ഒരു ഫ്രീ ഫ്ലോയിൽ ജീവിക്കുന്ന ആളാണ്. ബട്ട് സ്റ്റിൽ സംതിങ്സ് ഹാപ്പൻ. മീറ്റിങ്സ് 5 PM എന്തായാലും മീറ്റിംഗ് ഉണ്ടാവും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. അതെന്തായാലും ഫിക്സ്ഡ് ആണ്. ബട്ട് ഇൻ ജനറൽ ഒരു ഫ്ലെക്സിബിൾ കലണ്ടറാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറ്. കൂടുതൽ സമയം ഇന്നോവേഷൻ, അതായത് ഇപ്പോൾ പ്രോബ്ലം സോൾവിങ് ഉണ്ടാവുമല്ലോ നമ്മളെ നിയർ ഫൗണ്ടർ, ഡെയിലിയാണ്, ഡെയിലി അതൊരു സംഭവമാണല്ലോ. അതെ അതെ. അപ്പോൾ 1 by 1 അതിപ്പോൾ സോൾവ് ചെയ്യാന്നുള്ള ഒരു സംഭവം, ഒരു ടു ഡു ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. എഴുതാറുണ്ടോ ഇങ്ങനെ? ഞാൻ എഴുതും, പിന്നെ കീപ്പ് നോട്ട്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മെയിനായിട്ട് എഴുതി ഞാനൊരു പ്രാവശ്യം ഒരു സോളോ ട്രിപ്പ് പോയിട്ട് മൊത്തം ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു എന്തൊക്കെ ഈ കമ്പനിയിൽ ചെയ്യണം എന്നുള്ള ഒരു സംഭവം ചെയ്തായിരുന്നു. ഓക്കെ. അതായത് നമുക്ക് ഇതിൻ്റെ ലോജിസ്റ്റിക്സ് സെറ്റ് ആക്കണം, ഓക്കെ, ഷിപ്പിംഗ് പാർട്ട്ണർ ഉണ്ടാക്കണം, കമ്പനി രജിസ്റ്റർ ചെയ്യണം. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് എടുത്ത് നോക്കിയായിരുന്നു എന്തൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരുന്നത്. ഓൾമോസ്റ്റ് അതിൻ്റെ അകത്ത് എല്ലാം നമ്മൾ എഴുതി വെച്ച് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റി. ഞാനും ഈ ബുക്കിൽ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ആക്ച്വലി കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നല്ലതാണ്. ഫ്ലൈറ്റിൽ പോകുമ്പോൾ ആ ഒരു സമയം ഫ്രീ ടൈം ആണല്ലോ, അപ്പോൾ എഴുതാൻ പറ്റിയ സമയമാണ്. അത് ശരിയാ. കുറേ ഇങ്ങനെ ചിന്തിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുമെന്നും എനിക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മേ ബി 1 year കഴിഞ്ഞിട്ട് അത് എന്തായാലും നടക്കും. യെസ്. അപ്പോൾ പിന്നെ മൈൻഡ് ഫ്രീ ആവുകയും ചെയ്യുമല്ലോ എഴുതി വെക്കുമ്പോൾ. അതെ അതെ. മൈൻഡിന് ഓർത്തു വെക്കേണ്ട ഒരു എഞ്ചിനല്ല മൈൻഡ് എന്ന് എനിക്ക് തോന്നി. ഇത് കാര്യങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു സംഭവമല്ല. അത് നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ അപ്പ് ആവും. പിന്നെ ഇപ്പൊ കുട്ടിയായപ്പോ ചോദിച്ചല്ലോ, അത് വേറൊരു സ്റ്റേജ് ഇൻ ലൈഫായിട്ടാണ് എനിക്ക് തോന്നിയത്. Okay, tell me more. Maybe beginning with bachelor to married to, അതായിരിക്കും മേബി റൈറ്റ് ആണോ? ബാച്ചിലർ ഇതേപോലെ ഈ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റൈസാനെ മീറ്റ് ചെയ്യണേ, കോളേജിൽ നിന്ന് തന്നെ മീറ്റ് ചെയ്തത്. അതൊരു നല്ലൊരു ഇതായിരുന്നു, ലൈക്ക് നല്ലൊരു മീറ്റിംഗ് തന്നെയായിരുന്നു. കാര്യം നല്ലൊരു പാർട്ട്ണർഷിപ്പാണ് ലൈഫിൽ വേണ്ടതല്ലോ എനിക്ക് തോന്നിയേക്കണേ. റൈസാനെ മീറ്റ് ചെയ്തിട്ട് തിങ്സ് ഹാവ് ഗോട്ടൺ ബെറ്റർ ബിക്കോസ് എനിക്ക് ഐഡിയാസ് ഉണ്ട്. ഷീ ഈസ് എൻ ആർട്ടിസ്റ്റ്. ആളും ടെക് കരിയർ ഫുള്ള് വിട്ടിട്ട് ഇപ്പോൾ ഫുൾ ടൈം ആർട്ടിസ്റ്റാണ്. ബ്യൂട്ടിഫുൾ ലൂപ്സ് എന്ന് പറഞ്ഞ പേജ് ഉണ്ട്. അപ്പോൾ ആൽബംസ് ആണ് ചെയ്യാറ്, ഹാൻഡ് മെയ്ഡ് ആൽബംസ്. ഫുൾ ക്രിയേറ്റീവ് വർക്കാണ് ആൾക്ക് ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഈ ബോക്സ് ഡിസൈൻ ആണെങ്കിലും ക്രിയേറ്റീവ് തിങ്കിങ് ആളുടെ ഇതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ട്രാവലിംഗ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ അവള് ജോയിൻ ചെയ്തപ്പോൾ പിന്നെ രണ്ടുപേർക്കും എന്നെക്കാളും കൂടുതൽ അവൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഇഷ്ടമാണ് ട്രാവൽ. ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് മാക്സിമം. അപ്പോൾ ബേബി ആയി കഴിഞ്ഞപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാര്യം ഇതൊരു സ്റ്റേജ് ഇൻ ലൈഫാണ്. ലൈക്ക് ബാച്ചിലർ ലൈഫ് ഒരു സ്റ്റേജാണ്, പിന്നെ മാരീഡ് ലൈഫ് ഒരു സ്റ്റേജാണ്. ലൈഫ് ഞങ്ങൾക്ക് ഒരു 5 years ഞങ്ങൾ മാരീഡ് ആയിരുന്നു. അതിൻ്റെ കുട്ടി ഉണ്ടായത്. ട്രാവൽ കുറേ ട്രാവൽ ചെയ്ത് കുറേ എക്സ്പ്ലോർ ചെയ്ത് കോവിഡ് ടൈമിലൊക്കെ ഞങ്ങൾ ഒരു 2 months ട്രാവൽ ചെയ്തായിരുന്നു നോർത്തിൽ ബൈക്കിലും. അങ്ങനെ ഫുൾ ആ ഒരു ഹിമാചൽ പിന്നെ കാശ്മീർ ലഡാക്ക് ആ റൂട്ട് ഇങ്ങനെ കറങ്ങി ഒക്കെ വന്നിരുന്നു. നല്ല ടൈമായിരുന്നു. ഇപ്പോൾ ബേബി ആയപ്പോൾ ഞങ്ങളത്
ട്രൈ ചെയ്യുന്നുണ്ട്. ലൈക്ക് വി ആർ ട്രൈങ് ടു ഡു ഇറ്റ് ഇൻ എ ഡിഫറെന്റ്. ഇന്നലെ വാക്കത്തോണ്ട് പോയിരുന്നു, 10 കിലോമീറ്റർ നടന്ന്. ഓ, ഇവിടെ വാക്കറോന്റെ ഒരു വാക്കറിന്റെ ഇവന്റ് എന്തോ ഞാൻ കണ്ടായിരുന്നു. അല്ല, 10 കിലോമീറ്റേഴ്സ് വാക്കത്തോൺ. റൂഹിയൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഓ, ഞങ്ങൾ മാറി മാറി റൂഹിനെ എടുത്ത്, റൂഹിയുടെ ഫസ്റ്റ് ആക്കത്തോൺ. റൂഹിക്ക് മെഡലൊക്കെ കിട്ടി. റൂഹിന്റെ ബേബിയുടെ പേര് റൂഹി എന്ന പേര്. ഇപ്പൊ 1 വയസ്സായി. ഓ, അപ്പം ബേബീനെ ലൈക്ക് ഒരു പുതിയൊരു ഇൻഡിവിജ്വൽ ആണ്. ഞാൻ ഇടയ്ക്ക് റേസ് ആയിട്ട് ചോദിക്കും, ഇത് എവിടെ നിന്ന് വന്ന് ഞങ്ങൾ രണ്ടുപേരും നോക്കിയിട്ട് ഇതിപ്പോ എവിടെ നിന്ന് വന്ന് എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. ലൈക്ക് അതൊരു ഒരു മാജിക്കാണ് അത്. ഒരു നമ്മൾ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമ്മൾ ഇറങ്ങി പോകുമ്പോൾ കരയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു എന്താ പറയണ്ടേന്ന് അറിയില്ല. അതൊരു സംഭവമാണ്. കുട്ടി എന്ന് പറയുന്നതേ ഭയങ്കര ഒരു ഇന്നസെന്റ് ആയിട്ട് അവര് നോക്കുന്ന ചില സംഭവങ്ങളിൽ നോക്കുമ്പോൾ നമ്മൾക്കും അതിൽ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് കിട്ടും. പുതിയതായിട്ടാണ് അവരെല്ലാം നോക്കുന്നത്. ഫസ്റ്റ് ടൈം ആയിട്ടാണ് എല്ലാം. അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യമൊക്കെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ഓക്കെ, ഒരു ഫസ്റ്റ് ടൈം കാണണമായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ബോട്ടിലോ അല്ലെങ്കിൽ ഈ പിസ്തയുടെ ഒക്കെ തൊണ്ടൊക്കെ ഇട്ടിങ്ങനെ അവരിങ്ങനെ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നൊക്കെ കാണുമ്പോൾ നമ്മളും ഓക്കെ ഫ്രഷ് ഐസോടുകൂടി നോക്കാൻ നമുക്കൊരു പ്രചോദനമാണത്. അപ്പൊ ശരിയാ, ഇതൊരു ഫേസ് ചേഞ്ച് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈസി ആയിരുന്നില്ല ഇനീഷ്യലി. കാര്യം ഇത് റൺ ചെയ്യണമല്ലോ, കമ്പനി റൺ ചെയ്യുന്നുണ്ട്. എല്ലാ മാനേജറിനിടയ്ക്ക് പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നപ്പോൾ ഒരു ഇത് വന്നായിരുന്നു. ബട്ട് സ്റ്റിൽ എല്ലാം മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റി. മേക്ക് സെൻസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഒരു ഡേ ഇൻ ലൈഫ് കഴിഞ്ഞു, അവിടെ നിന്ന് നമ്മൾ ഇവിടേക്ക് എത്തിയത്. നമ്മൾ പെട്ടെന്ന് ടോപ്പിക്ക് മാറിയത് AI ടൂൾസ്. ഏതൊക്കെയാണ് AI ടൂൾസ് ദാറ്റ് യു യൂസ് ആൻഡ് റെക്കമെൻഡ്? AI ടൂൾസ് ഇപ്പോഴും കോഡ് ചെയ്യോ? ബൈ ദ വേ, ഇപ്പോഴും കോഡ് ചെയ്യോ? ഇടയ്ക്ക് കോഡ് ചെയ്യാറുണ്ട്, എനിക്കിഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ അടുത്ത് ഒരു ട്രാക്കിംഗ് ടൂള് ജസ്റ്റ് കോഡ് ചെയ്തായിരുന്നു. ഏതിൻ്റെ ആയിരുന്നു? നമ്മുടെ സ്പീഡ് പോസ്റ്റ് ഉണ്ടല്ലോ, അത് ട്രാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വേണ്ടി ഈസി ആക്കാൻ വേണ്ടിയിട്ടൊരു ടൂള് പോലെ കോഡ് ചെയ്തായിരുന്നു. പിന്നെ യൂസ് ചെയ്യുന്നത് ChatGPT യൂസ് ചെയ്യുന്നുണ്ട്, ക്ലോഡ് യൂസ് ചെയ്യുന്നുണ്ട്, ജെമിനി യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ചോദിക്കാറില്ല. അതെ, മനസ്സിലായി. നമ്മുടെ ഡാറ്റയും എല്ലാവരും അവർ കൊണ്ടുപോകണ്ടല്ലോ നിർത്തി എല്ലാം പല സ്ഥലത്തും പല കാര്യങ്ങളും അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അത് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതെങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് കൂടുതൽ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാവുകയും ചെയ്യും. കൂടുതൽ ട്രൈ ഔട്ട് ചെയ്യാറുണ്ട്, അഡോപ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ പേഴ്സണലും ഉപയോഗിക്കാറുണ്ട്. ഈ വെബ്സൈറ്റിന് ഏതൊക്കെ ഉപയോഗിക്കുന്നു? ഷോപ്പിഫൈ സൈറ്റ് ആണ് നിങ്ങൾ? ഷോപ്പിഫൈ. ഇപ്പൊ നിങ്ങളുടെ ടൂൾ ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. FSEO യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ആ വെബ്സൈറ്റ് നോക്കിയപ്പോൾ നമ്മുടെ പല ഇതുണ്ട്. ഇപ്പോൾ ആംഗിൾ ഉപയോഗിക്കുന്നുണ്ട്, ആംഗിൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് സൂപ്പർ ആയിട്ട്. എങ്ങനെയുണ്ട്? അത് നല്ല പ്രൊഡക്റ്റ് ആണ്. പിന്നെ GST Pro ഉപയോഗിക്കുന്നുണ്ട് ജിയോന്റെ. പിന്നെ കോർണർ ഞാൻ ഇന്നലെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, കോർണറിന്റെ ജോവിസിന്റെ GST Pro ഞങ്ങൾ ബില്ലിംഗ് യൂസ് ചെയ്യണ GST Pro ആണ്. ഇൻവോയ്സിനായിട്ട് അവർ ഹെൽപ്ഫുൾ ആണ്. അതെ, എന്ത് കാര്യത്തിന് ഹെൽപ്ഫുൾ ആണ്. പിന്നെ കൺവേർഷൻ നമ്മുടെ ഏജൻസിയാണ്, ക്ലയന്റുമാണ്. കൺവേർഷൻ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് FSEO ഒക്കെ ഫൈൻ സെറ്റ് ചെയ്തത്. അതെ, കറക്റ്റ്. ഈ ടൂൾസ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ആക്ച്വലി നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ടൂൾസ് തന്നെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അതെ കുറെ ഹെൽപ്ഫുൾ ആയിട്ട്. വേറൊരു ടൂൾ ഞാൻ കണ്ടത് കോർണർ കാർട്ടിന്റെ ഒരു ടൂൾ ഉണ്ട്, ഒരു FAQ. ഞാൻ ഇന്നലെ നോക്കിയപ്പോഴാണ് ആ നോളജ് ബേസ് ഉണ്ടല്ലോ, FAQs, അവിടെ ഞാൻ കണ്ടായിരുന്നു ഒരു ടൂള്. അത് ചിലപ്പോൾ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്തായിരിക്കും. മിക്കവാറും സെറ്റ് ചെയ്തായിരിക്കും, കൺവേർഷൻ സെറ്റ് ചെയ്തായിരിക്കും. വേറെ ഏതെങ്കിലും ടൂൾസ് ഉണ്ടോ യു തിങ്ക്? ആപ്സ് ടൂൾസ് എന്തെങ്കിലും? ആക്ച്വലി ഷോപ്പിഫൈ ആസ് എ ടൂൾ ഭയങ്കര നല്ല ടൂളാണ്. സൂപ്പർ അല്ലേ? ഇപ്പൊ ഷോപ്പിഫൈയുടെ അകത്തൊരു AI ഉണ്ട്, മറ്റേ സൈഡ് കിക്ക്. ആ സൈഡ് കിക്കിനോട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയും. ആക്ച്വലി നമ്മള് ലൈക്ക് അനലിറ്റിക്സും
ഇതെല്ലാം ആ എനോട് തന്നെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. മുമ്പ് ഇതിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കണം. ഞാൻ നോക്കുമ്പോൾ മുമ്പ് എക്സാമ്പിൾ പറയാൻ മുമ്പ് പല ആപ്സും ഉപയോഗിക്കണമായിരുന്നു ഇപ്പോൾ റിപ്പോർട്ടിങ്ങിന് ഇതിനൊക്കെ ആയിട്ട്. ഇപ്പം എൻ്റെ ഡെയിലി പരിപാടി സൈഡ് കിക്ക് പോയിട്ട് ചോദിക്കലാണ്. ഇപ്പോൾ ഈവൻ നമ്മളായാലും ചെയ്യുന്നത് എന്താ പറയുക, ഇൻറ്റേർണൽ ഇമെയിൽസ് ഉണ്ടാക്കാൻ പറ്റും. ചെയ്തിട്ടുണ്ടോ അറിയില്ല. ആ ഷോപ്പിഫൈ ഫ്ലോ എന്ന സംഭവമുണ്ട്. ഷോപ്പിഫൈ ഫ്ലോ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ഇൻവെൻറ്ററി കുറവാണ് അല്ലെങ്കിൽ ഇത് കുറവാണെങ്കിൽ നമുക്ക് ഇൻറ്റേർണലി നമുക്ക് ഇമെയിൽ അയച്ചുകൊണ്ടിരിക്കും അത്. അപ്പോൾ അത് സൈഡ് കിക്കിനോട് പറഞ്ഞാൽ മതി, അത് ഇന്ന സാധനം ഇതാണെങ്കിൽ ഒരു ഇമെയിൽ അയക്കാൻ പറഞ്ഞാൽ ഇറ്റ് വിൽ സെൻഡ് ഇമെയിൽ. ഷോപ്പിഫൈ ഫ്ലോ എനിക്ക് തോന്നുന്നത് ഒന്ന് അണ്ടർ എക്സ്പ്ലോർഡ് ആണ്, ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഒന്നായിരിക്കും. സൈഡ് കിക്ക് ഇത് പറഞ്ഞ പോലെ പല ഡിസ്ക്രിപ്ഷൻസും പ്രൊഡക്റ്റിൻ്റെ ഇമേജസും പലതും സൈഡ് കിക്കിനോട് വെച്ചാൽ മതി, അത് ഔട്ട് തരും. ഇറ്റ്സ് ആസ് പവർഫുൾ ആസ് മേ ബി ChatGPT എത്തിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും സൈഡ് കിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ലാബിലുള്ളവരാണെങ്കിൽ ലാബിൻ്റെ ആവശ്യത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഹെൽപ്ഫുൾ, റൈറ്റ്? പിന്നെ ഈവൻ സെയിൽസിൽ ഉള്ള ആളുകളാണെങ്കിൽ അവർക്കും റിപ്പോർട്ടിങ് നല്ലതാണ്. അത് അത്രയും കസ്റ്റമൈസ് സാധനം നോക്കി പോയി തപ്പെടുക്കണേക്കാളും ഏറ്റവും ബെറ്റർ എന്ന് ചോദിക്കുകയാണ്, ഏത് സ്ഥലത്തു നിന്നാണ് കൂടുതൽ ഓർഡർ ഉള്ളത്, അല്ലെങ്കിൽ എവിടെ എന്തൊക്കെയാണ് ഏത് ടൈമിലാണ് കൂടുതൽ ഓർഡർ ഉള്ളത്, ഏത് സംസ്ഥാനത്ത് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് കൂടുതൽ ഓർഡർ, ഏത് സ്റ്റേറ്റിലെ ഓർഡർ ഇല്ലാത്തത്. ആ സംഭവമൊക്കെ സൈറ്റിനോട് ചോദിച്ച് കറക്റ്റ് ആൻസർ വരും. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വരും, പെട്ടെന്ന് വരും. ഞാനും ഇപ്പം റീസെന്റ് ലാസ്റ്റ് 1 month ആയിട്ട് സൈഡ് കിക്ക് മാത്രം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. ഇവൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ സ്കിൽസിനുള്ള സംഭവമുണ്ട്, സൈഡ് കിക്ക് മാജിക് സ്കിൽസ് എന്ന ആപ്പ് ഉണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കസ്റ്റം കോപ്പി ബേസ് സ്കില്ലുകളുണ്ട്. ലെറ്റ്സ് സേ ഇപ്പോൾ ഡെയിലി ഒരു സ്കില്ല് റൺ ചെയ്യണം, ഡെയിലി ഒന്ന് ഓഡിറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യണം, ഒരു CR ഓഡിറ്റ് അതിന് ഡെയിലി ചെയ്യണമെങ്കിൽ സ്കില്ല് ഉണ്ടാക്കിയിട്ടാൽ മതി. പവർഫുൾ, ഇറ്റ്സ് ആസ് പവർഫുൾ ആസ് ഹാവിങ് എ 10-20 member ടീം. വേറെ നമുക്ക് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എന്തായിരിക്കും, ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ്. KPH പോഡ്കാസ്റ്റ് വരുന്ന ഗസ്റ്റിനോട് ചോദിക്കുന്ന മാൻഡേറ്ററി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് ഹെൽത്ത്, ഒരു ഹെൽത്ത് ജേർണി എന്താണെന്നുള്ളത് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. ആണല്ലോ നമ്മൾ ഹെൽത്താണല്ലോ മോസ്റ്റ്ലി സംസാരിച്ചത് ഈ കോൺവെർസേഷൻ. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ ഹെൽത്തിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മൾ ഇതിൽ കൂടെ ഒരു ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ നമ്മൾ എന്തൊക്കെ അവോയ്ഡ് ചെയ്യുന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്പർ ഓഫ് ബേക്കറീസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഡയബറ്റീസ് പേഷ്യൻസ് എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അത്രയും കൂടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ആ ഒരു ഇതിൽ എല്ലാം ഈസിലി ആക്സസബിൾ ആയിട്ടുള്ളപ്പോൾ എങ്ങനെ നോ പറയാമെന്ന് പഠിക്കലാണ് എപ്പോഴും നമുക്ക് തന്നുകൊണ്ടിരിക്കുകയുള്ളൂ. തരുന്നത് ചിലപ്പോൾ മധുരമുള്ള സംഭവമായിരിക്കും. എല്ലായിടത്തും നമുക്ക് കിട്ടുന്ന സംഭവങ്ങൾ എവിടെ പോയാലും ഫ്രീ ബീസായിട്ട് കിട്ടുന്നതിൽ ഷുഗർ ഉണ്ട്. അതിന് നോ പറഞ്ഞ് എന്ത് നമ്മുടെ വായിലേക്ക് പോകുന്നതെന്ന് ചെക്ക് ചെയ്യാനും അതിലൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ആണ് ഹെൽത്ത് എന്നുള്ള സംഭവം കറക്റ്റ് ആവുള്ളൂ. പിന്നെ ഹെൽത്തിൽ ഫിസിക്കൽ മെൻ്റൽ ഹെൽത്തിന് എനിക്ക് തോന്നിയേക്കുന്നത് ഒന്ന് മെഡിറ്റേഷൻ ഡെഫിനറ്റ്ലി ഹെൽപ്സ്. ബ്രെത്ത് വർക്ക്സ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതാണ്. അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ മെൻ്റൽ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യും. മെൻ്റൽ ഹെൽത്ത് ഉണ്ടാക്കുമ്പോൾ ഫിസിക്കലിയും നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു സംഭവമുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ ഒരു കണക്ഷൻ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സംഭവം, പിന്നെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറച്ച് വയ്ക്കാൻ ശ്രമിക്കുക, ബോഡി ഫാറ്റ് കുറയ്ക്കുക, ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഫാസ്റ്റിങ്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, ഇതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ചെയ്യാറുണ്ടോ? ഇപ്പോൾ എന്തായാലും നോമ്പ് കാലത്ത് എന്തായാലും നോമ്പ് എടുക്കും. അല്ലാതെ തന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ ചെയ്യാറുണ്ട്. മെന്നിനെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മളത് ടൈം റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ സപ്ലിമെന്റ്സ് അത് ഡെയിലി ഇൻടേക്ക് ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല, അല്ലാതെയുള്ള സപ്ലിമെന്റ്സ് ഉണ്ടല്ലോ. നമുക്ക് കുറഞ്ഞിരിക്കുന്ന മഗ്നീഷ്യം നമുക്ക് സപ്ലിമെന്റ് ചെയ്യാം. ഫിഷ് ഓയിൽ സപ്ലിമെന്റ് ചെയ്യാം. ക്രിയാറ്റിൻ, ഇതെല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സപ്ലിമെന്റ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റിക്കുകയാണെങ്കിൽ ബോഡി വിൽ വർക്ക് ബെറ്റർ. ഈ ക്രിയാറ്റിൻ പറഞ്ഞപ്പോഴാണ്, അപ്പോൾ ഞാൻ ക്രിയാറ്റിൻ കഴിക്കുമ്പോൾ എല്ലാവരും പറയും കിഡ്നി പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഫാലസീസ് ഉണ്ടോ? ഐ തിങ്ക് ക്രിയാറ്റിൻ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റഡീഡ്. അതെ, ഏറ്റവും കൂടുതൽ സ്റ്റഡി നടന്നിരുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് ക്രിയാറ്റിൻ. അപ്പോൾ എല്ലാവരും ലൈക്ക് ഏത് ഡൊമൈൻ ഓഫ് അത്ലീറ്റ്സ് എടുത്താലും അവർ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇത് നമ്മുടെ ബോഡി ഫംഗ്ഷനെ ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പം മെൻ്റൽ ഹെൽത്തിനും ക്രിയാറ്റിൻ ഫംഗ്ഷന് ഹെൽപ്ഫുൾ ആണെന്നുള്ള സ്റ്റഡീസ് ഉണ്ട്. അതെ കറക്റ്റ്. ഈ ജനറൽ പബ്ലിക്കിനോട് നമുക്കൊന്നും ചോദിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ക്രിയാറ്റിൻ ഈസ് നോട്ട് ക്രിയാറ്റിനിൻ, രണ്ടാണ്. അപ്പൊ അതൊന്നും ആളുകൾക്ക് അറിയില്ല. ക്രിയാറ്റിനാണ് മറ്റൊരാൾ ചിന്തിക്കണല്ലേ, സംതിങ് കൺഫ്യൂഷൻ അവിടെ ഉണ്ട് സംതിങ്. അപ്പോൾ
ഇതിനെപ്പറ്റി അവയർനെസ് ഇപ്പം ആയി വരുന്നുള്ളൂ. ഞാൻ പറയാം, എല്ലാ സംഭവത്തിലും അവയർനെസ് ആയി വരുള്ളൂ. നമുക്കും പഠിക്കാൻ ഓപ്ഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ നമ്മൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ, റൈറ്റ്? അതെ. ആ പേപ്പർ എടുക്കുക, നേരെ പേസ്റ്റ് ചെയ്യുക, ഇവൻ മലയാളത്തിലാക്കി തരാൻ പറയാം, അതിന്റെ ഷോർട്ട് ഫോമിലാക്കി തരാൻ പറയാം. ശരിയാ. നമ്മുടെ പാരൻസിനും വേണമെങ്കിൽ വായിക്കാം. ഈ ലൈക്ക് ഓപ്പർച്യൂണിറ്റീസ് ആർ എൻലെസ്. അതെ, ഈ AI വന്നതോടുകൂടി. അതെ, ശരി. ഒന്നുകൂടി അങ്ങനെ കുറേ ഇതുണ്ട്. അല്ലെങ്കിൽ ഇറ്റ് വാസ് ഹാർഡ്ലി അവൈലബിൾ ഫോർ എ നോർമൽ പേഴ്സൺ ടു കൺസ്യൂം. പക്ഷെ ഐ തിങ്ക് ഇഫ് ദ ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടീവ് ഈസ് enough, it will be helping them to go after this and uncover many things. അപ്പോൾ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജെമിനിയോട് ചോദിക്കാൻ പറഞ്ഞു, ലൈക്ക് എൻ്റെ ഒരു നമ്മുടെ ഇതിൽ കണ്ടെയ്നറിൽ വർക്ക് ചെയ്യുന്ന ഷാജിക്കാണ്. ഷാജിക്ക ഇറ്റ്സ് ലൈക്ക് എൻ എഞ്ചിനീയർ, ലൈക്ക് പ്രോപ്പർ ആയത്. ഞാൻ ചോദിച്ചു, ഈ പെയിന്റ് ഇതിൽ വർക്ക് ചെയ്യുമോ? എന്നോട് ചോദിക്കണം, ജെമിനിയോട് ചോദിക്കൂ. ലൈക്ക് ഹീസ് 50+ and he's saying that. അപ്പോൾ ആ ഇമ്പാക്ട് എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങി. വിച്ച് ഈസ് ജെമിനി വന്നപ്പോഴാണ് കുറെ ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങിയതുകൊണ്ടല്ലേ. അപ്പൊ അതെ, ജെമിനി ആണെന്നാണ് കോമൺ ആളിലേക്ക് എത്തിയത്. അതെ, അതെ, മേ ബി അവർ മാർക്കറ്റിംഗ് ആയിരിക്കാം. പിന്നെ ബൈ ഡിഫോൾട്ട് ഓപ്ഷൻ ആയിട്ട് ആയാലും ഇതിലുണ്ട്. ഫോണിലുള്ള ഇറ്റ് ബിക്കംസ് എ ഈസിയർ തിങ്. വോയിസ് മോഡൊക്കെ നല്ല ആക്റ്റീവ്. ഇവൻ ടോക്ക് ടു പേഴ്സൺ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് മറ്റേ പാല് തിളപ്പിക്കാൻ വെച്ച അതെ, അതിന് വീഡിയോ ഉണ്ട്. അതെ, അതെ, കറക്റ്റ്. ലൈക്ക് ഇൻട്രസ്റ്റിംഗ് ഇതായിട്ട് കണ്ടത്. അതായത് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ജോക്സും ചോദിക്കരുത് കേട്ടോ, അത് നമുക്ക് ചിരിക്കാൻ പറ്റിയ ജോക്സ് ഒന്നും കിട്ടൂല. ഇൻ ജനറൽ ഇറ്റ്സ് വെരി ഗുഡ് ടൂൾ. വേറെ ഏതെങ്കിലും ടൂൾസ് ഉണ്ടോ യു തിങ്ക്? വേറെ ടൂൾസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാം. മേക്ക് ഷുവർ യു ചെക്ക് ദ ലിങ്ക്സ് ഡൗൺ ദ ഡിസ്ക്രിപ്ഷൻ ആസ് വെൽ. വേറെ ടൂൾസ്, വേറെ ഏതെങ്കിലും ഹിഡൻ ടൂൾ? ഞാനിപ്പോൾ അടുത്ത ഒരു ടൂള് മേ ബി വിസ്പർ ഫ്ലോ ടൂൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. അത് ഐ തിങ്ക് അത് ട്രൈ ചെയ്തിട്ട് ഫംഗ്ഷൻ കീ മാക്കിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സാധനം ടൈപ്പ് ആയി പോകും. മേ ബി സ്പീക്കിംഗ് ഇസ് ആസ് ഫാസ്റ്റ് ആസ് ടൈപ്പിംഗ് എന്ന് പറയില്ലേ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള വിസ്പർ ഫ്ലോ ട്രൈ ചെയ്ത് നോക്കി വെക്കാൻ. ഓക്കെ. അത് ഞാൻ ഐ തിങ്ക് ജോഫിൻ ലാസ്റ്റ് പോഡ്കാസ്റ്റിൽ പറഞ്ഞപ്പോൾ ഞാൻ ട്രൈ ചെയ്തു. അതേ പിന്നെ ഇറ്റ് ഹാസ് സേവ്ഡ് മി ലോട്ട് ഓഫ് ടൈം. ഇപ്പോൾ ഇത് ഇമെയിൽ അയക്കണമെങ്കിൽ വിസ്പർ ഫംഗ്ഷൻ കീ അമർത്തിയിട്ട് ഞാൻ സംസാരിക്കും. സോ ഇറ്റ് വിൽ ആക്ച്വലി ഡ്രാഫ്റ്റ് ഇമെയിൽ ഇൻ എ പെർഫെക്റ്റ് വേ. നല്ലൊരു വിസ്പർ ഫ്ലോ ടൂൾ അനുസരിച്ചിട്ട് അത് അതിൻ്റെ ഫോർമാറ്റിംഗ് ഒക്കെ മാറ്റി തരും. റെഡിക്കുൾ ടൂൾ. വേറെ ടൂൾസ് ഉണ്ടോ? വേറെ ഇല്ല, ഇതൊക്കെ തന്നെ. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ഒരു 1.5 hours നമ്മൾ ബ്രോഡറായി ഡിസ്കസ് ചെയ്തു. ഫ്രം എ എഞ്ചിനീയറിംഗ് ടു മഷ്റൂം ടു ഓൺടർപ്രണർഷിപ്പ് ടു കോൺഷ്യസ്നസ് ടു പല ടോപ്പിക് നമ്മൾ ടച്ചപ്പ് ചെയ്തു. ഐ തിങ്ക് ഈ ഓഡിയൻസിനെ പറയട്ടെ, ഏത് ടോപ്പിക്കാണ് മേ ബി കൂടുതൽ ഇൻട്രസ്റ്റ്. മേ ബി ഒരു പാർട്ട് 2 വേണമെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം ഓഫ് ദിസ് ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു സോഫാർ? ഗ്രേറ്റ്. കുറേ ഏരിയാസ് ടച്ച് ചെയ്ത്. ലൈക്ക് ഏതിനെ ടച്ചപ്പ് ചെയ്യാനുള്ള വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ടച്ചപ്പ് ചെയ്യാം. അതായത് ഓൺടർപ്രീനർ ജേർണി ഈസ് ദെയർ അല്ലേ. അത് ഇനിഷ്യലി അതൊരു ഹാർഡ് സംഭവമാണെങ്കിലും ബി ഫിഗർ ഇറ്റ് ഔട്ട് എന്നുള്ള ഒരു സംഭവമുണ്ട്. അതെ, ഇറ്റ് ഗെറ്റ്സ് ബെറ്റർ and sometimes it also gets hard. During that time നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് എപ്പോഴും ഇത് ഈസി അല്ല. ഇടയ്ക്ക് നമ്മൾ സ്ട്രഗിൾ ചെയ്യും. ആ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് കയറി വരാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ബിക്കോസ് വി ഗോ ത്രൂ ലോട്ട് ഓഫ് തിങ്സ് റൈറ്റ് ഇൻ ഓൺടർപ്രണർഷിപ്പ് ജേർണി. ടൂൾസും എനിക്ക് ടൂൾസൊക്കെ എനിക്ക് ഭയങ്കര ലെവറേജ് കൊടുക്കും. എനിക്കത് മനസ്സിലായത് ഫ്രം നോർമൽ പേഴ്സൺ കുഡ് ആക്ച്വലി യൂസ് ദിസ് AI ടൂൾസ് ടു റിസർച്ച് പേപ്പർ ഇങ്ങനെ സമ്മറൈസ് ചെയ്ത് ഇങ്ങനെ ഉപയോഗിക്കാം. അതിന് പ്രൊഡക്റ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതിന് വേണമെങ്കിൽ ഇതാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ് ഇറ്റ്സ് അവൈലബിൾ ഫോർ എവരിവൺ. അത് ഐ തിങ്ക് ഇഫ് ദ റൈറ്റ് മോട്ടിവേഷൻ ഈസ് ദർ ഇറ്റ് കുഡ് ഇതുപോലത്തെ പല പ്രൊഡക്ട്സുകളും ഇൻ പല ഇപ്പം നോർമൽ ഫാർമേഴ്സ് തന്നെ അവർ ലേബിൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ലേബിൾ ഡിസൈൻ. മേ ബി when a 70-year-old man he made ഒരു ഇമേജ് വിത്ത് എ ലേഡി ഹൂ ഈസ് ഹോൾഡിങ് മഷ്റൂംസ്. ഒരു മഷ്റൂം ഫാർമറാണ്. അപ്പം പണ്ട് അവർക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെവിടെയെങ്കിലും പോയി ഒരു ഇമേജ്. ഇപ്പം അത് അത്ര ആക്സസിബിൾ ആയതുകൊണ്ട് അവർ ചെയ്യുന്നു. അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. കുറെ ആളുകളുടെ ലേബിൾസ് ഇപ്പോൾ ജനറേറ്റഡ് യൂസിങ് AI ആണ്. ഇറ്റ് ബിക്കംസ് വെരി ഈസി. കുറച്ച് കഴിയുമ്പോൾ becomes more easy, I think. എനിക്കാണ് എസെൻഷ്യലി AI വന്നത് ആക്ച്വലി ഓൺടർപ്രണേഴ്സിനെ 10x ആക്കാൻ വേണ്ടിയാണ് തോന്നുന്നുണ്ട്. People are thinking, okay, what do you think about the AI taking the jobs away എന്നുള്ളത്? Maybe
ആ ഒരു ഉത്തോപ്യൻ ഡിസ്റ്റോപ്യൻ അതായത് റിപ്പീറ്റബിൾ ജോബ്സ് എന്തായാലും യാ ഇറ്റ് വിൽ ബി ടേക്കൺ അവേ ബൈ AI. ക്രിയേറ്റീവ് ജോബ്സ് എന്തായാലും വിൽ ബി ദെയർ. ആൻഡ് ഈ പ്രോംപ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരെന്നും ഉണ്ടാവുകയും ചെയ്യും. സമ്മൺ ഹാസ് ടു യൂസ് ദി AI, റൈറ്റ്? യാ സോ AI യൂസ് ചെയ്യാൻ അറിയാന്നുള്ളതാണ് സംഭവം. പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലേക്കും കുറച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അതുപോലെ ഇറ്റ് ഹെൽപ്സ് എ ലോട്ട്. യെസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മഷ്റൂം ഫാർമറാണ്, അവർക്കിപ്പോൾ ഇത്ര ബാഗ് ചെയ്യണം എന്നൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ബാഗ് കൊണ്ട് നമുക്ക് ഇത്ര റിസൾട്ട് കിട്ടും. സോ നമുക്ക് 10 കിലോ ഔട്ട്പുട്ട് വേണം, എത്ര ബാഗ് ചെയ്യണം. ഇതൊക്കെ പണ്ടാണെങ്കിൽ നമ്മൾ മാനുവലി ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് ഫോർകാസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. യെസ് സോ ദാറ്റ്സ് വെരി ഹെൽപ്ഫുൾ. എനി എൻഡിങ് നോട്ട്സ് യു വാണ്ട് ടു ഷെയർ ടു ദി ഓഡിയൻസ്? എൻഡിങ് നോട്ടിൽ എനിക്ക് പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു നോക്കുക എന്നുള്ളതാണ്. അല്ലേ, ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്, 10 year കഴിഞ്ഞിട്ട് ഞാൻ ഇതാണോ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നോടിപ്പോൾ 5 year പ്ലാൻ ചോദിച്ചില്ല, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ എൻ്റെ ക്യൂരിയോസിറ്റിക്ക് അനുസരിച്ചാണ് ഞാൻ പോകുന്നത്. അത് മറ്റേ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഇതില്ലേ, ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ നമുക്ക് ലൈറ്റ് വെച്ച് കാണാൻ പറ്റുന്നത് രാത്രി പോകുമ്പോൾ സർട്ടൺ ഡിസ്റ്റൻസ് വരെയാണ്, ബട്ട് സ്റ്റിൽ വി ആർ ഗോയിങ്, റൈറ്റ്? അതേപോലെ തന്നെയാണ് ഇപ്പം എനിക്ക് കാണാൻ പറ്റുന്ന ഒരു ദൂരമുണ്ട്, അതിൽ ഞാൻ പോകുന്നു. ഇപ്പോൾ മഷ് പെല്ലറ്റ് ആദ്യം പ്ലാൻ ചെയ്തില്ലല്ലോ, ഇറ്റ് ഹാപ്പൻഡ്. കണ്ടെയ്നർ വാസ് എൻ ഐഡിയ, അപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ആയപ്പോൾ someone wanted it, so അത് ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ. So I don't know what will be down the line, but I know I'll be doing something that I like. Yes. Something that I'm curious about. Yes. Curiosity plus fun. Yeah. Curiosity plus fun. Plus fun. The two are, I think, the ultimate combination. And thanks so much for the Adibuli podcast. Thank you so much. Now it's 2026. When people want to find something, a product, a service, or even a local business, they don't search Google anymore. They ask AI engines like ChatGPT, Gemini, or Perplexity. Instead of keywords, they ask questions. Suggest a reliable brand for baby products. Which is the best restaurant in Kochi right now? What's a good budget phone under 20,000 rupees? AI doesn't show links. It gives direct answers and recommendations. That changes everything. Earlier, businesses optimized for search rankings. Now, they need to be visible inside AI answers. And that's where FSEO comes in. FSEO helps any business, brands, agencies, SaaS, or local stores get discovered on ChatGPT and other LLMs. Because in the AI era, if you're not part of the answer, you don't exist. Check out FSEO.ai.